മിത്രം എന്ന വാക്ക് എനിക്ക് അർഹിക്കുന്നതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പറയാനുള്ള ധൈര്യം എനിക്കില്ല. ഒരു മകൻ അല്ലെങ്കിൽ അനുജനെ കണക്കുള്ള പരിഗണനയാണ് എനിക്ക് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു ചർച്ചിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ സൗഹൃദ സ്നേഹഭാഷണങ്ങളിലും സുവിശേഷ ഭാഷണങ്ങളിലുമൊക്കെ ഏർപ്പെട്ടുള്ളത് ബഹുമാനപ്പെട്ട അച്ഛന്മാരും സമൂഹവും ചേരുന്ന ഈ സമൂഹമാണ്, മാർത്തോമ ചർച്ച. പക്ഷെ അത്രയും ഞാൻ എൻ്റെ പള്ളികളിൽ സംസാരിച്ചിട്ടില്ല. എനിക്ക് ചില സ്നേഹിതരൊക്കെ ഉണ്ടായിരുന്നു, അച്ഛനെ കണക്കും ഈ പഞ്ചന കണക്കും ഒക്കെ. പക്ഷെ മാർത്തോമ ചർച്ചിലേക്ക് എന്നെ ഇങ്ങനെ പതിവെച്ച് ഗ്രാഫ്റ്റ് ചെയ്തത് വാസ്തവത്തിൽ അത്തനേഷ്യസ് പിതാവായിരുന്നു. അപ്പോൾ ഇങ്ങനെ കൃത്യമായിട്ട് ക്ലർജി കോൺഫറൻസിൽ വിളിക്കുകയും സംഭാഷണങ്ങളിൽ എൻ്റെ പുസ്തകത്തെക്കുറിച്ച് പറയുകയും, അർത്ഥത്തിൽ ഇവിടെ ഉള്ള എല്ലാവരുടെ അത്ര ഓർമ്മ എനിക്കുമുണ്ട്. ഈ ഓർമ്മയെന്ന് പറയുന്നത് താനെ സംഭവിക്കുന്നതല്ല, നമ്മൾ സൃഷ്ടിക്കുന്നതാണ്. അത് ഞാൻ ഏതെങ്കിലും തരത്തിലൊക്കെ മനസ്സിലാക്കുന്നത് പിതാവിൽ നിന്നാണ്. ഇങ്ങനെ നിമിഷങ്ങളെ ഓർമ്മയാക്കുക, മേക്ക് മെമ്മറീസ്. നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്ര സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതല്ല. ഒരാൾക്ക് കൊടുക്കുന്നൊരു ശ്രദ്ധ, അയാൾ ഇടപെടുന്ന ഹൃദ്യത, അയാളുടെ കൊടുക്കുന്ന റെസ്പെക്റ്റേഷൻ, ഇങ്ങനെയൊക്കെയാണ് നിമിഷങ്ങൾ നമ്മൾ ഇങ്ങനെ ഓർമ്മയാക്കി എടുക്കുന്നത്. ഈ ക്രിയേറ്റഡ് മെമ്മറി. പള്ളിയിൽ നിന്നൊക്കെ നമുക്ക് വിചാരിക്കാവുന്നൊരു കാര്യമേ ഉള്ളൂ. ഇങ്ങനെ മടങ്ങിപ്പോകുന്ന രാത്രിയിൽ യേശു ക്രിയേറ്റഡ് എ മെമ്മറി. അതാണ് കുർബാന എന്ന് പറയുന്നത്. അതിങ്ങനെ താനേ സംഭവിച്ചതല്ല, അതിങ്ങനെ വളരെ പോയറ്റിക്കായിട്ട് സംഭവിക്കുന്നതാണ്. ഇങ്ങനെ ഒരു അപ്പം എടുത്തിട്ട് പറഞ്ഞു, ഇതെൻ്റെ ഓർമ്മയാണ്. അതിങ്ങനെ വെള്ളിയാഴ്ചയും ശനിയാഴ്ച അവിടെ തന്നെ ഇരുന്നു. ഞായറാഴ്ച തൊട്ടിങ്ങനെ സഞ്ചരിച്ചു തുടങ്ങി. ഈ പ്രഭാതത്തിൽ നമ്മുടെ ദേവാലയത്തിൽ പള്ളിയിലെ മേശയിലൊക്കെ ആ ഓർമ്മ വീണ്ടും എത്തി. 2000 വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇഴമുറിയാത്തൊരു ഓർമ്മ പശ്ചാത്തലത്തിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഈ ഓർമ്മകൾക്ക് ഇത്രയും മൂല്യം കൊടുക്കുന്നത്. അദ്ദേഹം കടന്നു പോയിട്ട് 7 വർഷമാകുന്നു. ഓർമ്മ അതുപോലെ തന്നെ നമ്മൾ നിലനിർത്തുന്നുണ്ട്. അതിനും ഇതിലുള്ള ദുഃഖത്തിന് ശമനം ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ അദ്ദേഹം ഉണ്ടാക്കിയെടുക്കുന്നൊരു ആറ്റിറ്റ്യൂഡ് മുമ്പോട്ട് കൊണ്ടുപോകണം നമ്മൾ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ചില അനുസ്മരണങ്ങളൊക്കെ. ഇങ്ങനെ ഈ വർഷം ഇങ്ങനെ സാഹിത്യമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ടൊരു വർഷമാണ്. അതിന് കാരണം ഈ പാവങ്ങളെന്ന് പറഞ്ഞൊരു പുസ്തകം, ദ മിസറബിൾ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ മലയാളം വിവർത്തനം വന്നിട്ട് 100ാം വാർഷികമാണ്. അതിനകത്തൊരു ബിഷപ്പുണ്ട്, ഡി ബിഷപ്പ്. ഒരു ദേശത്തിൻ്റെ ഷോർട്ട് ഫോമാണ് ഡി എന്ന് പറയുന്നത്. അത് വായിച്ചവരൊക്കെ ആ ബിഷപ്പിൽ പെട്ടുപോയിട്ടുണ്ട്. ഇങ്ങനെ ഒരു വാര്യത്തിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലമുള്ള ഒരു എഴുത്തുകാരി അവരുടെ ആത്മകഥയിൽ പറയുന്നത് ഇങ്ങനെയാണ്: അന്തിയിൽ തിരി കൊളുത്തുമ്പോൾ ഞാൻ ഒരു തിരി കൊളുത്തിക്കൊണ്ടിരുന്നത് ഡി ബിഷപ്പിന് വേണ്ടിയാണ്. അത്രയും മലയാള ഭാവനിലേക്ക് ചാഞ്ഞു കിടക്കുന്ന ഒരു തിരുമേനിയാണ് ഈ പറയുന്നത്. ഞാൻ അദ്ദേഹവുമായിട്ട് അത്തനേഷ്യസ് പിതാവൊക്കെ ആയിട്ട് കാണുമ്പോൾ എപ്പോഴും ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇദ്ദേഹം ഡി ബിഷപ്പാണ്. അടുത്തിടെ ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനം നടന്നു. കൗതുകരമായൊരു കാര്യം, ആ പ്രസാദന ദിവസം തന്നെ അതിൻ്റെ കോപ്പികളൊക്കെ വിറ്റുപോയി. 2 ആഴ്ചയ്ക്ക് ശേഷം ഞാൻ ബുക്ക് സ്റ്റോളിൽ ചെല്ലുമ്പോൾ ആ പുസ്തകമില്ല. ആ പുസ്തകത്തിൻ്റെ പേര് ഇങ്ങനെ കമ്പിളിക്കണ്ടത്തിലെ കൽഭരണികൾ എന്ന് പറഞ്ഞ പുസ്തകമാണ്. കമ്പിളിക്കണ്ടം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഇടുക്കിയിലെങ്ങാണ്ടല്ലേ ഒരു വില്ലേജാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ നിന്ന് ഇങ്ങനെ മുമ്പോട്ട് പോയിട്ടിപ്പോൾ ഫ്രാൻസിലൊരു യൂണിവേഴ്സിറ്റി പഠിപ്പിക്കുകയും ഫ്രഞ്ചിലും ഇംഗ്ലീഷിലും ഒക്കെ എഴുതുന്ന ഒരാളാണ് അതിൻ്റെ ഓതർ. അപ്പം അതിനകത്തൊരു ചാപ്റ്റർ ഇങ്ങനെ അത്തനേഷ്യസ് പിതാവിനെ കുറിച്ചാണ്. പഠനം മുമ്പോട്ട് പോകുന്നില്ല, പഠിക്കാൻ ആഗ്രഹമുണ്ട്, താൻ ചേരുന്നൊരു സഭയ്ക്കകത്തുനിന്ന് കാര്യമായിട്ടൊരു സൗഹൃദം കിട്ടുന്നില്ല.
അനുഭാവം അനുകമ്പയെ കിട്ടുന്നില്ല. അപ്പോൾ ആരോ പറഞ്ഞു തൊട്ടടുത്തൊരു മാർത്തോമ പള്ളി ഉണ്ട്. അയാൾ ആദ്യമായിട്ടത് കേൾക്കുന്ന അങ്ങനെ ഒരു മാർത്തോമ പള്ളി എന്ന് പറഞ്ഞു. കാരണം അത്രയും ക്ലോസ് ടു ഒരു കമ്മ്യൂണിറ്റി നിന്നാണ് വരുന്നത്. അവിടെ ചെല്ലുമ്പോൾ വളരെ ഹൃദ്യമായ ഈ അച്ഛന്മാരുടെ കുടുംബങ്ങളെക്കുറിച്ച് എനിക്കുണ്ടാകുന്ന ഏറ്റവും ഹൃദ്യമായ അനുഭവങ്ങൾ ഈ മാർത്തോമ സമൂഹത്തിൽ നിന്നാണ്. ആ ഹൃദ്യമായ കുടുംബാന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് ഒരു കുടുംബത്തിൻ്റെയൊക്കെ ഒരു അതേ ആകുലതയോടുകൂടി ശ്രദ്ധയോടുകൂടി അവിടെ നിന്ന് അച്ഛൻ ഇയാളെ കേൾക്കുന്നു. എന്നിട്ട് റെഫർ ചെയ്യുന്ന അത്തനേഷ്യസ് പിതാവിൻ്റെ അടുത്തോട്ടാണ്. ഏത് ഇടത്തിൽ നിന്നാണോ ഏത് സഭയിൽ നിന്നാണോ ഉള്ളത് ഒന്നും അദ്ദേഹത്തിൻ്റെ പരിഗണനയുടെ ഭാഗമായിരുന്നില്ല. ഈ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, നിനക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നീ പഠിച്ച് മുമ്പോട്ട് പോകും, അത്രയും കാലം ഞാൻ കൂടെ ഉണ്ടാവും. അപ്പോൾ ആ അധ്യായം ഇങ്ങനെ ഈ പിതാവിനെ അർപ്പിച്ചിരിക്കുക. ഒരുപക്ഷെ നമ്മളത് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ ആത്മകഥ എഴുതുമ്പോൾ കൃത്യമായിട്ട് ഒരധ്യായം ഇദ്ദേഹത്തിന് വേണ്ടി ഉണ്ടെന്നൊക്കെ കരുതുന്നതായിരിക്കും ഏറ്റവും നല്ല സന്തോഷം. അവരുടെ ജീവിതത്തിൻ്റെ ഏതൊരു ഘട്ടത്തിൽ ഇദ്ദേഹം ഉണ്ടായിരുന്നു. ഇത്രയുമൊക്കെ ഒരു അഞ്ജലിയുടെ ഭാഗമായിട്ട്, ഒരു ഹൃദയാഞ്ജലിയുടെ ഭാഗമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് നൽകിയിട്ടുള്ളൊരു വിഷയമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡുമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട വിഷയമാണെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നത്. ഓർമ്മ ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കാൻ വേണ്ടിയല്ല, മുമ്പോട്ട് പോകാനുള്ള പ്രേരണയാണ്. ഓർമ്മകൾ എപ്പോഴും ഇങ്ങനെ സ്പ്രിംഗ് ബോർഡാണ്, നമ്മളതിനകത്ത് നിന്ന് കുത്തിച്ചാടേണ്ടതാണ്. അപ്പോൾ അദ്ദേഹവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരു വിശ്വാസ സമൂഹം എന്ന നിലയിൽ നമുക്ക് കുത്തിച്ചാടാൻ വേണ്ടി സ്പ്രിംഗ് ബോർഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തന്നിരിക്കുന്ന വിഷയമായിരുന്നു ഞാൻ വിചാരിക്കുന്നു ഈ അകലങ്ങൾ കുറയുക എന്നുള്ളത്. അകലമാണ് ഏറ്റവും വലിയ ഭയം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയങ്ങളൊന്നിങ്ങനെ അകലമാണ്. ചെറുപ്പത്തിൽ പഴയ വായിച്ചുള്ളൊരു കഥ കണക്കാണ്. ഒരു കുട്ടി ഇങ്ങനെ പള്ളിയിൽ പോകേണ്ട ഒരു ദിവസം അവനിങ്ങനെ കൂട്ടുകാരുമായിട്ട് യാത്ര പോവുകയാണ്. അവരുടെ നാടിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ ഇങ്ങനെ കുതിരപ്പുറത്തുള്ള യാത്രയാണ്. യാത്ര മുമ്പോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ഈ കുട്ടി പറഞ്ഞ് ഞാൻ തിരിച്ചു പോവുകയാണ്. ഇപ്പം എന്താ കാര്യം ചോദിക്കുമ്പോൾ അവനോട് കൂട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഇത്രയും നേരം എനിക്കെൻ്റെ പള്ളിയിലെ മണിനാദങ്ങൾ കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു, ഇനി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ തിരിച്ചു വിളിക്കാനായിട്ടൊരു മണിനാദം ഉണ്ടാവത്തില്ല. അപ്പം അതുകൊണ്ട് തന്നെ തിരിച്ചു വിളിക്കുന്ന ശബ്ദങ്ങൾ ഇങ്ങനെ മായുന്നതിന് മുമ്പ് മനുഷ്യൻ മടങ്ങണം. അപ്പം മനുഷ്യന് സഞ്ചരിക്കാം, പക്ഷെ ഈ സഞ്ചാരത്തിൽ നിന്ന് തിരിച്ചു വിളിക്കുന്ന ശബ്ദങ്ങൾ നിശ്ചലമാകുന്ന വിധത്തിൽ ഉള്ള എല്ലാ യാത്രയും അപകടകരമാണെന്ന് വിചാരിക്കുന്ന ഒന്നാണ് ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. അടുപ്പം തന്നെയാണ് പ്രധാനം. എന്താ സ്പിരിച്വാലിറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പൊതുവെ പറയുന്നത് ആർട്ട് ഓഫ് ഡിഗ്നിഫൈഡ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കുലീനമായ സൗഹൃദങ്ങളുടെ കലയാണ്. അത് കൃത്യമായിട്ട് പാലിച്ചൊരളന്ന നിലയിൽ നിശ്ചയമായിട്ട് നമുക്ക് ഓർക്കാവുന്ന അനവധി നാമങ്ങളിൽ ഒന്ന് അത്തനേഷ്യസ് പിതാവിൻ്റെതായിരിക്കും. ഈ കുലീനമായ ബന്ധങ്ങളുടെ കഥയാണിത്. അപ്പോൾ എങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നു ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്താ? വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവാം, പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ കൈവശം കരുതുന്ന ആ മൊബൈൽ ഫോണാണ് ഈ നൂറ്റാണ്ടിൻ്റെ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. എവിടെയായിരിക്കുമ്പോഴും നിങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഏതോ ഇങ്ങനെ കാനഡിയൻ നഗരത്തിലൂടെയോ ഗ്രാമത്തിലൂടെയോ ജോലി ചെയ്യുന്ന കുട്ടി മകൻ നിങ്ങൾ ഈ പുലരിയിലും വിളിച്ചിട്ടുണ്ടാവും, അമ്മ ഇത്തിരി അങ്ങോട്ട് മാറി നിന്നാൽ കുറച്ചുകൂടി വെട്ടം കിട്ടും, അമ്മയുടെ മുഖമൊന്ന് കണ്ടോട്ടെ. അപ്പം ഞാൻ വിചാരിക്കുന്നു ഈ നൂറ്റാണ്ടിൻ്റെ കണ്ടുപിടുത്തം എന്ന് എന്തെങ്കിലും ഒരു കാര്യം വിശേഷണം അർഹിക്കുന്നുണ്ടെങ്കിൽ അത് മൊബൈലാണ്. സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴും നിങ്ങൾ അകലങ്ങളിൽ ആവരുതെന്നുള്ള ആഗ്രഹമാണ് ഈ മൊബൈൽ എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം ഈ അകന്നു പോകുക എന്നുള്ള ഭയമാണ്. എല്ലാ അകലങ്ങളെയും വീണ്ടെടുക്കാൻ വന്ന ഒരാളെന്ന നിലയിലാണ് നമ്മൾ യേശുവിനെ പരിചയപ്പെടുന്നത്. എഫേസ്യസിൽ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഇങ്ങനെ ഇടമതിലുകളൊക്കെ തകർത്തൊരാൾ. മനുഷ്യനും മനുഷ്യനും തമ്മിൽ ഉയരാവുന്ന എല്ലാത്തരം മതിലുകളും ഇല്ലാതെയാക്കിയ ഒരാളുടെ പേരാണ് യേശു. യേശു പുരോഹിതനാണെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അത് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്ന കണക്കുള്ള ആചാരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പദമല്ല പുരോഹിതൻ എന്ന് പറയുന്നത്. ഈ പുരോഹിതൻ എന്ന് പറഞ്ഞ വാക്ക് നിങ്ങളതിൻ്റെ എത്തിമോളജി പരിശോധിക്കുകയാണെങ്കിൽ
ആ പൊന്തിഫക്സ് എന്ന് പറഞ്ഞൊരു വാക്കാണ്. ആ പൊന്തിഫക്സ് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം പാലംപടി എന്നാണെന്ന, ബ്രിഡ്ജ് മേക്കർ. അപ്പം അവനിലേക്ക് ആത്മീയ പക്വത കിട്ടിയ എല്ലാ മനുഷ്യരുടെയും ആദ്യത്തെ ഒരു വിചാരം എന്ന് പറയുന്നത് മതിലുകളില്ലാതെയാവുകയും പാലങ്ങൾ പണിയുകയും ചെയ്യുന്നൊരു കാലം വരും. അവസാനം വരെ നമ്മളിങ്ങനെ പ്രതിരോധിക്കേണ്ട മതിലുകളെയാണ്. മനുഷ്യൻ മാത്രമേ മതിലുകൾ ഉയർത്തുന്നത്. ഈ പാലം പണിയാന്നുള്ള ദേവദൂതന്മാരുടെ പ്രക്രിയയാണ്. അപ്പോൾ ആ അർത്ഥത്തിലാണ് ഇങ്ങനെ യേശുവിനെ വേദപുസ്തകം പരിചയപ്പെടുത്തുന്നത് പോലെ ഇങ്ങനെ ഇടമതിലുകളൊന്നും ഇല്ലാത്തൊരാൾ. അവരിലിങ്ങനെ ഈ വിജാതിയെന്നോ യഹൂദനെന്നുള്ള ഇടമതിലില്ലാതെ പോയി, സ്ത്രീയെന്നോ പുരുഷനോ ഇടമതിലില്ലാതെ പോയി, ഈ പറയുന്ന അടിമയെന്നോ ഉടമയെന്നുള്ള ഇടമതിലില്ലാതെ പോയി. അപ്പം അത്തരം പ്രകാശമുള്ളൊരു ചിത്രം പശ്ചാത്തലത്തിലുണ്ട്. അതിലേക്ക് എങ്ങനെയാണ് നമുക്ക് ചില ബേബി സ്റ്റെപ്സ് നടത്താമെന്നുള്ളതാണ് നമ്മുടെ വിചിന്തനം. ചില ചുവടുകളൊക്കെ ഈ നമ്മളും വെച്ച് തുടങ്ങണ്ടേ ഈ മതിലുകളില്ലാത്ത ലോകത്തെ സ്വപ്നം കാണുമ്പോഴാണ്. അപ്പം അതിനകത്ത് ഒരു 3 രീതിയിൽ അതിനൊന്ന് വളരെ വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ഒന്നൊരു വെളിപാട് ആവശ്യമുണ്ട്, റെവലേഷൻ. നിങ്ങളുടെ ബുദ്ധി കൊണ്ട് നിങ്ങൾക്ക് കുറുകെ കടക്കാവുന്ന വിധത്തിൽ സരളമല്ല ഈ ദേശത്തിൻ്റെ മതിലുകൾ. എത്ര ഭംഗിയായിട്ട് മനുഷ്യൻ മതിലുകൾ അക്സെപ്റ്റ് ചെയ്യുന്നൊരു സമൂഹത്തിലാണ് നമ്മൾ ജനിച്ചു വളർന്നത്. മതിലുകളെക്കുറിച്ച് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. ഈ ദേശത്ത് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തുള്ള എത്ര ആഴത്തിലാണ് ഒരു ഭാരതീയ നിലയിൽ നമ്മളിൽ ഇങ്ങനെ മതിലുകൾ ആഴപ്പെട്ടുള്ളത്. എല്ലാം മതിലല്ലേ. ഞാൻ ഇതിന് ഉചിതമായൊരു സ്ഥലമാണെന്ന് എനിക്കറിഞ്ഞുകൂടി. ഈ ദിവസങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു വ്യക്തിയെക്കുറിച്ചാണ്. ഈ ദേശത്തെ ഏറ്റവും നല്ലൊരു സുവിശേഷ പ്രഘോഷകൻ. അത് ഈ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. ഞാനിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിതരുള്ള ഈ മാർത്തോമാ സമൂഹത്തിൻ്റെ ഭാഗമായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒരു ദിവസം ഈ പറഞ്ഞ ആൾ താൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച ബൈബിള് ഇവിടെ നിന്ന് അധികം അകലെയല്ലാത്തൊരു പള്ളിയുടെ മുറ്റത്തുകൊണ്ടേ കത്തിച്ചു. ഇങ്ങനെ ഞാൻ വന്ന മതത്തെക്കാളേറെ മതിൽ ഇവിടെ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ്. പൊയ്കലപ്പച്ചൻ്റെ കാര്യമാണ് പറയുന്നത്. താൻ വന്ന മതത്തിനകത്തെ മതിലുകളും ശ്രേണികളും ഇത്രയും ഒരു ഭാവനയുള്ളൊരു ഹൃദയത്തെ മുറുകിയപ്പോൾ അതിനകത്തൊരു മുക്തി എന്ന നിലയിൽ കണ്ടെത്തിയ ഒരു ധർമ്മമായിരുന്നു ഇതാ. എന്നിട്ടോ അയാൾ വന്നെത്തിയ ധർമ്മത്തിന് അയാൾ പിന്നിട്ട ധർമ്മത്തെക്കാളേറെ മതിലുകളുണ്ടെന്ന് തിരിച്ചറിയുമ്പോഴാണ് ഈ മനുഷ്യൻ ബൈബിള് കത്തിക്കുന്നത്. മനുഷ്യനുള്ളിടത്തോളം കാലം, തിരുവല്ലയിലും റാന്നിയിലൊക്കെ വിശ്വാസമുള്ളിടത്തോളം കാലം ഈ കത്തിപ്പോയ ബൈബിൾ ഓർമ്മിക്കണം. ഇത് ഏറ്റവും പവർഫുള്ളായ പ്രീച്ചറായിരുന്നു. തൊട്ടടുത്തൊരു കാലി ചന്തയുണ്ട്. അവിടെ ഇങ്ങനെ കന്നുകാലികളൊക്കെ വിറ്റുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഒരു പ്രഭാതത്തിൽ ഈ മനുഷ്യൻ പ്രത്യക്ഷപ്പെടുകയാണ്. ഉറക്കെയുള്ള ശബ്ദമാണ്. അയാളിങ്ങനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ കൈവശം ഒരു കാലിയുണ്ട്, വളരെ ശക്തനായൊരു ഒരു കാളക്കൂറ്റൻ. പക്ഷെ പ്രശ്നം, ആ കാളയെ 4 കയറിട്ട് കെട്ടിയിരിക്കുകയാണ്. ആൾക്കൂട്ടി ഇങ്ങനെ അമ്പരം നിൽക്കുമ്പോഴേക്കും ആ കാളക്കൂറ്റിനെ കെട്ടിയ കയറുകളെക്കുറിച്ച് അയാൾ പറയാൻ തുടങ്ങി. അയാൾ പറഞ്ഞു, ഒരു കയറിൻ്റെ പേര് മാത്യു, ഒരു കയറിൻ്റെ പേര് മർക്കോസ്, ഒരു കയറിൻ്റെ പേര് ലൂക്ക, ഒരു കയറിൻ്റെ പേര് യോഹൻ. നമുക്ക് ആ സുവിശേഷത്തിൻ്റെ കയറിൽ നിന്ന് അയാളെ മോചിപ്പിക്കണ്ടേ? ഇത്രയും ഇങ്ങനെ ഹൃദയത്തെ ഉലക്കുന്ന രീതിയിൽ ഇവിടെ ആരും സുവിശേഷ പ്രഘോഷണം നടത്തിയിട്ടൊന്നുമില്ല ഈ ഒരു മേഖലയിൽ. ആ മനുഷ്യനാണ്, ഞാൻ ആവർത്തിക്കുമ്പോൾ എനിക്ക് തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്നു, പക്ഷെ അത് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, ഈ വേദപുസ്തകം കത്തിക്കുന്നത്. അപ്പോൾ നിറയെ മതിൽ ബോധത്തിൽ പതിഞ്ഞതുകൊണ്ട് മാത്രം അതിനകത്തൊരു കുഴപ്പമില്ലെന്ന മട്ടിൽ ജീവിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. ഈ ദേശത്തെ ഏറ്റവും വലിയ അശ്ലീലമെന്ന് ഞാൻ കരുതുന്നത് നമ്മുടെ ഈ കല്യാണ പരസ്യങ്ങളിൽ കാണുന്ന ഒരു വാക്കാണ്, പുരാതന ക്രിസ്ത്യൻ ഭവനത്തിലുള്ള പെൺകുട്ടി. നിങ്ങൾ പുരാതനമെന്ന് പറയുന്ന ആ നിമിഷം തന്നെ ഈ പുരാതനമല്ലാത്ത ചില മനുഷ്യർ ഈ ധർമ്മത്തിൽ പങ്കുചേർന്ന അപമാനമുണ്ട്. ഞാൻ വിചാരിക്കേണ്ടത് ആദ്യം ഒഴിവാക്കേണ്ട ഈ വാക്കാണ്, ഇറ്റ്സ് ഒബ്സിൻ. ഇത്രയും അശ്ലീലം പിടിച്ചൊരു വാക്കില്ല. ഈ ക്രിസ്തുവിലേക്ക് വന്നവന്
എന്ത് പഴമ, ക്രിസ്തുവിലേക്ക് വരുന്നവന് എന്ത് പുതുമ. 1-ാം മണിക്കൂറിൽ വന്നയാൾക്കും 11-ാം മണിക്കൂറിൽ വന്നയാൾക്കും ഒരേ ദിനാറെന്ന് പഠിപ്പിച്ച ഒരാളെ നമ്മൾ വിട്ടുകളഞ്ഞു. 1-ാം മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ കരുതുന്ന കണക്ക് ഈ പുലരിയാണ്, ഈ 2000 ആണ്ട്. ഈ 11-ാം മണിക്കൂർ എന്ന് പറയുന്നത് വൈകുന്നേരം 5 മണി നേരമാണ്. നിങ്ങളൊരു പക്ഷെ വിളിക്കുന്ന ദളിത് ക്രിസ്ത്യൻസാണ്. എന്നിട്ടോ അന്തിയിൽ നമ്മൾ അവർക്ക് കൊടുക്കുന്ന കൂലി ഒന്ന് തന്നെയാണോ? അപ്പോൾ ഈ വലിയ സാമൂഹ്യ വിഷയമായിട്ട് ഈ അകലങ്ങളെയും മതിലുകളെയും എടുക്കേണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കതിനൊരു സഭാവിഷയമായിട്ട് തന്നെ എടുക്കാം. അതിനകത്തുനിന്ന് അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം സ്റ്റാറ്റസിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുൾപിറ്റുകൾ, അവിടുത്തെ ബലിയും അവിടുത്തെ ഓർമ്മയും ഒക്കെ അർപ്പിക്കപ്പെടുന്ന ഈ പുൾപിറ്റിൽ നിന്ന് ഇപ്പം കേൾക്കുന്നത് അപരമത വിദ്വേഷമാണ്. ഇതര മതങ്ങൾക്കെതിരായ സംഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന കണക്കുകൾ അനുസരിച്ചിട്ട് ഒരു 2-3 ദിവസത്തിനുള്ളിൽ ഏതാണ്ട് 14,000-ഓളം കുഞ്ഞുങ്ങൾ ഗാസയിൽ വിശപ്പുകൊണ്ട് മരിച്ചു പോകും. നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സന്ദർശനം ലഭിച്ചു. ഇന്ന് വാർ മ്യൂസിയത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഹിരോഷിമയിൽ. വാർ മ്യൂസിയം മുഴുവൻ ഇങ്ങനെ ഒരു കാലം ഇങ്ങനെ എരിഞ്ഞു പോയതിൻ്റെ തിരുശേഷിപ്പുകളാണ്. പക്ഷെ എന്നിട്ടും ആ അനവധിയായ തിരുശേഷിപ്പുകൾക്കകത്തുനിന്ന് എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും പറിച്ചു നീക്കാൻ പറ്റാത്ത ഒന്നെന്ന് പറയുന്നത് ഒരു ലഞ്ച് ബോക്സാണ്. ആ പുലരിയിലും ഏതോ ഒരമ്മ കുഞ്ഞിന് പൊതിച്ചോറ് കൊടുത്ത് വിട്ടു. കുട്ടികളൊക്കെ കരിഞ്ഞു പോയ വയലിൽ നിന്ന് കിട്ടുന്നത് ഈ കുട്ടിയുടെ പേരിങ്ങനെ കോറിയിട്ടിരിക്കുന്ന ഒരു അലൂമിനിയം ലഞ്ച് ബോക്സ് അതവിടെ ഇരിപ്പുണ്ട്. ആ ലഞ്ച് ബോക്സിൻ്റെ അനുഭവം പോലും ഇല്ലാതെ ഒരു 14,000 കുഞ്ഞുങ്ങൾ ഈ ദിവസങ്ങളിൽ കടന്നു പോകും. ഇതൊക്കെ നടക്കുമ്പോഴും നമ്മളിങ്ങനെ അപരവിദ്വേഷം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇസ്ലാം ഭീകരതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഭീകരത എന്ന് പറയുന്നത് ഒരു മതത്തിൻ്റെയും വേണ്ടി എഴുതി കൊടുത്തിട്ടുള്ള കാര്യമല്ല. എല്ലാ മതത്തിൻ്റെ അകത്തും കാലാകാലങ്ങളായിട്ട് നിലനിൽക്കുന്ന സമ്പ്രദായമാണ്. അവർക്ക് വിശേഷണം വേണ്ട, വെറുതെ ഭീകരത എന്ന് പറഞ്ഞാൽ മതി. അതിന് ഇസ്ലാം ഭീകരത എന്നോ ക്രിസ്ത്യൻ ഭീകരത എന്നോ ജൂത ഭീകരത എന്നൊന്നുമില്ല. ഭീകരത ഇപ്പോൾ ഇങ്ങനെ കഠിനമായൊരു കാലത്തിനകത്ത് നമുക്ക് ആവശ്യമുള്ള റെവലേഷൻ എന്താണ്? ആ റെവലേഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളായൊരു വാക്കാണ്. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ ഏറ്റവും വലിയ പ്രതിസന്ധി ആ കുട്ടിക്ക് അച്ഛനില്ലായിരുന്നു. അങ്ങനെയാണ് അയാളെക്കുറിച്ചുള്ള ജീവചരിത്രം ആരംഭിക്കുന്നത്. എന്താണത്? ആ കുട്ടിയുടെ അമ്മയുമായിട്ട് വിവാഹ നിശ്ചയത്തിൽ ഏർപ്പെട്ട പുരുഷൻ പെട്ടെന്നൊരു ദിവസം മനസ്സിലാക്കുന്നു ഈ സ്ത്രീ ഗർഭിണിയാണ്. ഇങ്ങനെ ആരംഭിക്കുന്നൊരു പുസ്തകമുണ്ട്. അതിന് വിളിക്കുന്ന വാക്കാ സുവിശേഷം എന്ന് പറയുന്നത്. തൻ്റെ പ്രതിശ്രുത വധു ഇങ്ങനെ കാരിങ് ആയിട്ട് ഒരു പുരുഷൻ കണ്ടെത്തുന്നു. ആരാണ് ഈ കുട്ടിയുടെ അച്ഛൻ? ആ അപമാനത്തിൽ പിറന്ന ഒരു കുട്ടി അച്ഛനാരാണെന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ട് ആരുമില്ലാത്തൊരു കുട്ടിക്ക് ഒരു പ്രഭാതത്തിലൊരു കാര്യം പിടുത്തം കിട്ടി, ദൈവം തൻ്റെ അച്ഛനാണ്. റെവലേഷൻ. ആ റെവലേഷനിൽ നിന്ന് കുട്ടി വിളിച്ചൊരു വാക്കാണ് നമ്മൾ ആവർത്തിക്കേണ്ടത്, അബ്ബ, അച്ഛ. മറിയാക്കൊരു മകനുണ്ട്, ഇങ്ങനെ പണിക്കൊന്നും പോകത്തില്ല, കട്ടമരത്തിലിരുന്ന് ഇങ്ങനെ മുക്കുവരോട് സംസാരിക്കുന്ന കേൾക്കാം. എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ചുട്ടുപൊള്ളണ ആകാശത്ത് നോക്കി ഇങ്ങനെ നിലവിളിക്കുന്ന കേൾക്കാം, അബ്ബ. ആ മിന്നൽ വെളിച്ചമാണ് യേശുബോധത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ പ്രകാശം, റെവലേഷൻ, അബ്ബ. കുഞ്ഞു വാക്ക. അത് കിട്ടാത്തിടത്തോളം കാലം ഒരു സംഭാഷണങ്ങളും നമ്മളെ ഒരു അണുവിട പോലും മുമ്പോട്ട് പോകാൻ സഹായിക്കത്തില്ല. അച്ഛ. അത് 12 വയസ്സ് തൊട്ട് കുട്ടിക്ക് കിട്ടി, അല്ലെങ്കിൽ 12-ാം വയസ്സിൽ കിട്ടി. കുട്ടിയെ പള്ളിയിൽ കൊണ്ടുപോയതാണ്. പള്ളിയിൽ കൊണ്ടുപോയ കുട്ടി തിരിച്ചു വരുന്നില്ല. അച്ഛനും അമ്മയും പരിഭ്രാന്തരായിട്ട് ഓടി വരുമ്പോഴേക്കും പറയുന്നു, ഞാൻ എൻ്റെ അച്ഛൻ്റെ വീട്ടിലായിരിക്കേണ്ടതല്ലേ. 12 വയസ്സെന്ന് പറയുന്നത് പിബട്ടി ഏജാണ്. ശരീരം പാകപ്പെടുന്ന കാലമാണ്. ആൺകുട്ടിയും പെൺകുട്ടിയും ഒക്കെ മുതിരുന്ന പ്രായമാണ്. അങ്ങനെ ശരീരം പാകപ്പെട്ട ആ കാലത്തിൽ ആ ഒരു കൗമാരക്കാരന് കിട്ടിയ
ഒരു മിന്നൽ വെളിച്ചമാണ്. എൻ്റെ ഇനിയും തിരിച്ചറിയാത്ത അപ്പൻ ദൈവമാണ്. അപ്പോൾ ആ മിന്നലാണ്. റെവലേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ ചൂട്ടുകറ്റയുടെ വെട്ടത്തിൽ നടക്കുകയല്ല, ഭ്രാന്തൻ്റെ വിളക്കത്തിൽ നടക്കുന്നതല്ല റെവലേഷൻ. റെവലേഷൻ എന്ന് പറയുന്നത് മിന്നലാണ്. നമ്മൾ വായിച്ച് കേൾക്കുന്നില്ലേ, സാവുൾ ഇങ്ങനെ നടന്ന് പോകുമ്പോൾ, ഇങ്ങനെ ഡമാസ്കസിലോട്ട് പോകുമ്പോഴേക്കും സാവുളിലേക്കൊരു മിന്നൽ വന്നു. എന്നുവെച്ചാൽ ഒറ്റ വെളിച്ചത്തിൽ മുഴുവൻ ഭൂമിയും കാണാൻ പറ്റും. അതിന് വിളിക്കുന്ന വാക്കാണ് മിന്നൽ എന്ന് പറയുന്നത്. റെവലേഷൻ എന്ന് പറയുന്നത് മിന്നൽ വെളിച്ചം. അതിനുശേഷം ഇയാൾ പഴയതല്ല. അപ്പം ആ റെവലേഷന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് സംഭവിച്ച ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, നമ്മളിങ്ങനെ വേദപുസ്തകം വിവർത്തനം ചെയ്തപ്പോൾ, അതിങ്ങനെ കാത്തലിക് വിവർത്തനമാവട്ടെ, കാലാകാലങ്ങളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സത്യവേദ പുസ്തകമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക് പിതാവെന്നാണ്. ദൈവം പിതാവാണെന്ന് പിടുത്തം കിട്ടിയെന്നാണ് പറയുന്നത്. പിതാവാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒന്നും പിടുത്തം കിട്ടിയിട്ടില്ല. കാരണം യേശു ഉപയോഗിച്ച വാക്ക് അബ്ബ എന്ന വാക്കാണ്. അതിങ്ങനെ പരാവർത്തനം ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ടിരുന്ന വാക്ക് ഒന്നെങ്കിൽ അച്ഛാന്നായിരിക്കണമായിരുന്നു, അല്ലെങ്കിൽ ക്രിസ്തീയ പരിസരങ്ങളിൽ വിളിക്കുന്ന കണക്ക് അപ്പ എന്നായിരിക്കണമായിരുന്നു. നിർഭാഗ്യവശാല അതൊരു ഡിനോട്ടേറ്റീവ് വേർഡായിട്ട് മാറി പിതാവ്. അപ്പം എന്തെങ്കിലും ഒരു ദിവസം ഈ പിതാവ് എന്ന് പറഞ്ഞ പദത്തിന് പകരമായിട്ട് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വിളിച്ചുകൊണ്ടിരുന്ന വാക്ക് നിങ്ങളുടെ ബോധത്തിൽ തെളിയുമ്പോൾ അന്ന് ലോകം പഴയതല്ല. അതിന് വിളിക്കുന്ന വാക്കാണ് പുതിയ നിയമം. ഒരു 100-200 ഇടങ്ങളിൽ എങ്കിലും ഇങ്ങനെ യേശു അബ്ബ എന്ന് വിളിച്ചിടത്തൊക്കെ, അത് അരമായിക് വേർഡാണ്, ഹീബ്രുവിൻ്റെ ഒക്കെ ഒരു ഡിസ്റ്റൻറ്റ് കസിനാണ് അരമായി എന്ന് പറയുന്നത്. അതൊക്കെ ഇങ്ങനെ പിതാവെന്ന് വർത്തം ചെയ്തിട്ടുണ്ട്. ഈ 200 ഇടങ്ങളിൽ ഒരു 5 ഇടത്ത് നിങ്ങൾ നിങ്ങളുടെ അച്ഛനെ വിളിച്ചിരുന്ന വാക്കൊന്ന് കണ്ണുപൂട്ടിയിട്ട് പതുക്കെ പെൻസിൽ കൊണ്ട് എഴുതി വെക്കാവോ? അതിനുശേഷം നമുക്ക് ഈ വിഷയത്തിലേക്ക് പ്രവേശിക്കാം. അച്ഛ, ഞാൻ എൻ്റെ അപ്പനെ വിളിച്ചിരുന്ന വാക്ക് അച്ചായ എന്നാണ്, വെട്ടിയാണ്. അച്ചായ അച്ചായ അച്ചായ. എനിക്ക് 5 പോലും വേണ്ട, ഒരു 3 കഴിയുമ്പോൾ തന്നെ എൻ്റെ ബോധം ഇങ്ങനെ കീഴ്മേൽ മറിയാൻ തുടങ്ങും. ഈ വാഷിംഗ് മെഷീനിലൊക്കെ ഇങ്ങനെ സ്പിൻ ചെയ്യുന്ന കണക്ക്. അപ്പം ആ വാക്കാണ് അയാളുടെ താക്കോൽ പദം. അത് പിടുത്തം കിട്ടാതെ നമുക്ക് ഒരു ബന്ധത്തെക്കുറിച്ചും ഇങ്ങനെ നിർവചിക്കാൻ പറ്റത്തില്ല. അത് പിടുത്തം കിട്ടുന്ന ദിവസം നമ്മളിവിടെ ആദ്യം കാണുന്നവരൊക്കെ ഉണ്ടാവും ഈ കൂട്ടത്തിൽ. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കാൻ പോകുന്നൊരു ചോദ്യം ഇത്രയേ ഉള്ളൂ: എവിടെയായിരുന്നു? അപ്പം നിങ്ങൾ അമ്പരക്കും. എവിടെയായിരിക്കാമെന്ന് ചോദിക്കാനായിട്ട് നമ്മളൊന്നും ഈ പരിചയമില്ലല്ലോ. അച്ഛനൊന്നാണ്. എന്തോ കുറേ കാരണങ്ങൾ കൊണ്ട് നമ്മൾ കഴിഞ്ഞ 10-60 വർഷമായിട്ട് കണ്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. എവിടെയാ? അതാണ് അൾട്ടിമേറ്റ്. അതിർത്തിയുടെ ഇരുവശങ്ങളിൽ നിൽക്കുന്ന 2 പട്ടാളക്കാർ ചോദിക്കുകയാണ്, എവിടെ ആയിരുന്നു ഇത്രയും കാലം? കുറച്ച് എന്ത് ചെയ്യുന്നു, അവധിക്ക് പോയിരിക്കുകയായിരുന്നു. എവിടെ ആയിരുന്നു? അപ്പം ഞാൻ വിചാരിക്കുന്നു ബാക്കിയുള്ളതൊക്കെ വെറുതെ ചർച്ചയാണ്. നമ്മളൊരു ഫെയ്ത്ത് കമ്മ്യൂണിറ്റി എന്ന നിലയിൽ പ്രാർത്ഥിക്കേണ്ടത് ഒരു ദിവസം ഈ മിന്നൽ വെളിച്ച ഉള്ളിലോട്ട് വരണം അച്ഛ. അപ്പോഴാണ് പിടുത്തം കിട്ടുന്നത്. ഈ അടുത്തിരിക്കുന്നവരും അകന്നു പോയവരും നമ്മൾ അകറ്റി നിർത്തിയവരും ഒക്കെ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് വീട് വിട്ട് ഇറങ്ങിപ്പോയ നമ്മുടെ ഉടപ്പിറന്നോരാ. എൻ്റെ ഉടപ്പിറന്നോളെ, എന്തൊരു വാക്കാണ് ഈ മലയാളം സാഹോദര്യത്തിന് വേണ്ടി കരുതി വെക്കുന്നത്. ഈ കൂടപ്പിറപ്പ്, എൻ്റെ കൂടപ്പിറപ്പുകൾ. അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള കൊച്ചു വർത്തമാനങ്ങളാണ്. അതിലോട്ട് പ്രവേശിക്കേണ്ടെന്ന് പോലും ഞാൻ കരുതുന്നത്. ആരും മിന്നൽ കിട്ടിയാൽ മതി. അതൊക്കെ സാമാന്യം ഇങ്ങനെ ബോധത്തിൽ തെളിഞ്ഞ ഒരാളെന്ന നിലയിൽ തന്നെയാണ് ഞാൻ ഈ അത്നീഷ്യസ് പിതാവിനെയൊക്കെ ഓർക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. എൻ്റെ ഒരു സഭയുടെ ഘടനയെക്കുറിച്ച് അദ്ദേഹം ചോദിച്ചിട്ടില്ല. എന്തെങ്കിലുമൊക്കെ ഒന്നും സഭയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയവും ചോദിച്ചിട്ടില്ല. ഞങ്ങൾ കുറഞ്ഞ പക്ഷം ഒരു 30 പ്രാവശ്യങ്ങളും കണ്ടിട്ടുണ്ടാവും. എവിടെയുള്ള ഒരു ക്രിസ്തുദാസൻ, അതിനപ്പുറമായിട്ട് വേറൊന്നുമില്ല. എന്തെങ്കിലും പരിഗണന ഉണ്ടെങ്കിൽ അതിങ്ങനെ യേശുവുമായിട്ട് ബന്ധപ്പെട്ടാണെന്നുള്ളൊരു പരിഗണന മാത്രമേ ഉള്ളൂ. അതിലും ഇത് എന്താ ആവശ്യമുള്ളത്? അപ്പോൾ ഒന്ന്, ഈ പറഞ്ഞ വെളിച്ചത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. 2, ഇതിൻ്റെ ഒരു കൾച്ചർ നിലനിർത്താൻ വേണ്ടി നമ്മൾ സൃഷ്ടിക്കേണ്ട പരിസരം, അതുകൂടി ഒന്ന് സൂചിപ്പിക്കുക. എന്തായിരിക്കും നിങ്ങളുടെ പരിസരം? ഒരു പരിസരം വളരെ പ്രധാനപ്പെട്ടാണ്. നമ്മുടെ പരിസരം സൃഷ്ടിക്കേണ്ട 4 തരം മനുഷ്യരെക്കുറിച്ച് വേദപുസ്തകം പറയുന്നുണ്ട്. ഒന്ന്,
നമ്മുടെ പരിസരത്തിൽ ഉണ്ടാവേണ്ട ഒരു വ്യക്തി എന്ന് പറയുന്നത് ഷേബായിലെ രാജ്ഞിയാണ്. നമ്മൾ അങ്ങനെ ഒരു കാര്യം വായിച്ച് കേൾക്കും. അന്തിമ ദിനങ്ങളിൽ ഷേബായിലെ രാജ്ഞി എഴുന്നേറ്റിട്ട് ഈ തലമുറയെ വിധിക്കും. എന്താ കാര്യം? ഇതാ നിങ്ങളുടെ മുമ്പിൽ ശലോമോനേക്കാൾ അറിവുള്ള ഒരാൾ. എന്നിട്ട് നിങ്ങൾ അയാൾ എന്തുമാത്രം ഉപയോഗപ്പെടുത്തി. ഒന്നതാണ് ഈ ജ്ഞാനമുള്ള മനുഷ്യർ നമ്മുടെ പരിസരത്തുണ്ടായിരിക്കുക എന്നുള്ള, ഈ ജ്ഞാനാന്വേഷികളുണ്ടാവുക. ഷേബായിലെ രാജ്ഞി എന്നൊക്കെ പറയുന്നത് ജ്ഞാനാന്വേഷിയായ സ്ത്രീയാണ്. യഹൂദർക്ക് കടൽ ഭയമായിരുന്നു. നമ്മൾ ഈ ബൈബിളിൽ പറയുന്ന ഗലീലി പോലും കടലല്ല, അതിങ്ങനെ ഒരു തടാകമാണ്. ഒരു കടൽ മുറിച്ച് കടക്കുക എന്നുള്ള അവരുടെ രീതിയല്ല. കാരണം അവരുടെ ഏറ്റവും വലിയ പേടി സ്വപ്നം കടലാണ്. അതിനകത്തു നിന്നാണ് ഈ പറയുന്ന അപ്പക്കോളിപ്റ്റിക്കൽ റീഡിങ്സിനകത്തൊക്കെ ഈ ഡ്രാഗൺസ് ഒക്കെ വരുന്നത്, വ്യാളികളൊക്കെ വരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വെളിപാടിൻ്റെ പുസ്തകത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, വിശുദ്ധ നഗരിയിൽ കടലുണ്ടാവില്ല. ബാക്കി എല്ലാത്തിൻ്റെയും ഒരു ഇല്ലിമിറ്റ് റിപ്ലിക്ക ആ വിസ്തബലിലുണ്ടാവും എന്നാണ് സങ്കല്പം. പക്ഷേ ഇവിടെ ഉള്ളൊരു കാര്യം അവിടെ ആബ്സെൻ്റ് ആണ്. എന്താണത്? കടലുണ്ടാവത്തില്ല. കാരണം അത്രയും ഭയമാണ് കടലിന്. അങ്ങനെ പുരുഷന്മാർ ഭയക്കുന്ന, കടൽ യാത്ര ചെയ്യാൻ ഭയപ്പെടുന്നൊരു സമൂഹത്തിലേക്കാണ് ഇങ്ങനെ അനേക ദൂരം, അനേക നോട്ടിക് മൈൽ സഞ്ചരിച്ച ഒരു സ്ത്രീ വരുന്നത്. ഇപ്പം ഭൂമിയിലെ ജ്ഞാനാന്വേഷികൾ നമ്മളെ വിധിക്കുന്ന പറയുന്നത്. എന്തൊരു അറിവുള്ള മനുഷ്യൻ! അയാൾ നമ്മൾ എത്ര കുറച്ചാണ് ഉപയോഗപ്പെടുത്തുന്നത്. ഓരോ വാക്കിനകത്തും ഇങ്ങനെ പ്രകാശത്തിൻ്റെ എന്താ പറയുക സൗരയൂഥങ്ങളല്ലേ. ഒരു വാക്കുകൊണ്ടൊക്കെ നമ്മൾ അടിമുടി പ്രകാശിപ്പിക്കാൻ പറ്റുന്ന വാക്കുള്ള ഒരാളെ നമ്മൾ എത്ര കുറച്ചാണ് ഉപയോഗപ്പെടുത്തുക. അപ്പോൾ ഒന്നാമത്തത് നമ്മുടെ പരിസരത്തിനകത്ത് ഈ ജ്ഞാനാന്വേഷണം ഉണ്ടാകുക എന്നുള്ളതാണ്. ഒരുപക്ഷെ മറ്റു പലരെയും നിന്ന് അത്തനീഷ് പിതാവിനെ വ്യത്യസ്തമാക്കുന്ന ആ ഘടകമാണ്. ഈ മനുഷ്യൻ ജ്ഞാനാന്വേഷിയായ ഒരു മനുഷ്യനായിരുന്നു. നന്നായിട്ട് വായിക്കുകയും പഠിക്കുകയും ദേശം അംഗീകരിക്കുന്ന മനുഷ്യരെ പോയി കാണുകയും അവരുടെ ആശീർവാദം പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. നമുക്കറിയാം അദ്ദേഹത്തിന് ഈ ദേശത്തെ ഇത്തരം ജ്ഞാനാന്വേഷികളുമായിട്ടുള്ള ബന്ധം ഒന്നോ രണ്ടോ പേരിൽ ഒതുക്കേണ്ടതല്ല അത്, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ പേരിൽ ചുരുക്കാമെന്ന് പറയുന്നത് അധർമ്മമാണ്. എല്ലാവരും അവരുടേതായ രീതിയിൽ നമ്മുടെ ലോകത്തെ ഭംഗിയാക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് ഈ ഗ്രാമവാസികളുണ്ടോ എന്നുള്ളതാണ് കൂടെ. ഈ ഗ്രാമത്തിൽ നിന്ന് അകന്നു പോയിരിക്കുക എന്നുള്ള. യേശു പറഞ്ഞു, നിങ്ങൾ വിധിക്കാൻ പോകുന്ന മറ്റൊരു കൂട്ടരെന്ന് പറയുന്നത് നിനിവേ നിവാസികളാണ്. ആ നിനിവേ നിവാസികളെന്ന് പറയുന്നത് ഈ പറയുന്ന ഗുരുവചസ്സുകളെയൊക്കെ വളരെ ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഇങ്ങനെ ആത്മാർത്ഥമുള്ള മനുഷ്യ. ഗ്രാമോ, നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ഈ പറയുന്ന നിനിവേ നശിക്കപ്പെടുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ദേശ ഉപവാസത്തിന് പോകാൻ തീരുമാനിച്ചു. അപ്പോഴവരോർക്കുന്നത് നമ്മൾ മാത്രം രക്ഷപ്പെട്ടൊരു കാര്യമില്ല, നമ്മുടെ എരുത്തിലെ പശുക്കളും രക്ഷപ്പെടണം, നമ്മൾ ഉഴാനായിട്ട് ഉപയോഗിക്കുന്ന കാള രക്ഷപ്പെടണം, നമ്മുടെ ഭാരം എടുക്കുന്ന ഈ പറയുന്ന കഴുത രക്ഷപ്പെടണം. എന്നിട്ട് അവരെന്ത് ചെയ്തു? ആ ദേശത്തെ മുഴുവൻ തിരിയക്കുകളെയും ഇങ്ങനെ ചാരം പൂശിയാൻ, അതിനെയൊക്കെ പട്ടിണിക്ക് ഇട്ടു, അതിനെ ഉപവസിപ്പിച്ചു. കാരണം എല്ലാവരും രക്ഷപ്പെടണം. അപ്പം അവരാ നിനിവേ നിവാസികളാണ്, ഈ ഗ്രാമീണ നിഷ്കളങ്കത പുലർത്തുന്ന മനുഷ്യരാണ്. ഞാൻ വിചാരിക്കുന്നു അതിനകത്ത് ഈ മനുഷ്യൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഗ്രാമത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല മനസ്സുകൊണ്ട്. ഹൃദ്യമായ ആ ഒരു രീതിയും ഇടപെടലും ഒക്കെ ഗ്രാമത്തിൻ്റെതാണ്. മെറ്റിക്കുലസ് അല്ലാത്തൊരു ബിഹേവിയറുണ്ട്, അടുപ്പമുണ്ട്, ചിലപ്പോൾ ശോഭിക്കുന്നതൊക്കെ ആയിട്ട് എനിക്കറിയാം. ശോഭം ഒന്നും മോശം കാര്യമല്ല. ഇതൊക്കെ ഇങ്ങനെ പച്ച മനുഷ്യരാണ്. രണ്ടാമത്തെ ഈ പച്ച മനുഷ്യരുടെ മധ്യമായിരിക്കുക എന്നുള്ള യേശു തന്നെ വിശേഷിപ്പിക്കുന്നൊരു വാക്കും ഇങ്ങനെയാണ്, പച്ച മനുഷ്യൻ. എവിടെ അത് പറയുന്നത്? പച്ചമരത്തോട് ഇപ്രകാരം ചെയ്യുന്നുണ്ടെങ്കിൽ പച്ച മനുഷ്യനാണ്. മൂന്നാമതായിട്ട് ഈ പറയുന്ന ചെറുപ്പക്കാരോട് നിങ്ങൾ അകന്നു പോയില്ല എന്നുള്ളതാണ്. അതിനകത്തും ഇദ്ദേഹം ശ്രദ്ധിക്കുന്നതായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെറുപ്പക്കാരിൽ ഒപ്റ്റിമിസ്റ്റിക് ആയിരുന്നു. ചെറുപ്പക്കാർ എന്തുമാത്രം വിധിവാചകങ്ങൾ കൂടിയാണ് ഇവിടുത്തെ എല്ലാ സഭകളും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ എന്തൊരു കഠിനമായ അപരാധമാണ്. എന്താ ഈ സഭയെന്ന് പറയുന്നത് തന്നെ ഒരു ചെറുപ്പക്കാരൻ തുടങ്ങിയ സംഭവത്തിൻ്റെ പേരാണ്. ഒരു മരപ്പണിക്കാരനായ ചെറുപ്പക്കാരൻ ആരംഭിച്ച ധർമ്മമാണ്. അയാൾ കടന്നു പോകുമ്പോൾ പോലും അയാൾക്ക് 30-33 വയസ്സേ ഉള്ളെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ആരായിരുന്നു അയാളുടെ കൂടെ ഉണ്ടായിരുന്ന 12 പേര് 14 വയസ്സോടെ 24 വയസ്സ് വരെയുള്ളവർ.
നമ്മളതൊക്കെ മറന്നുപോയി. നമ്മുടെ ക്ലാസിക് പെയിൻറ്റിങ്ങിനകത്തൊക്കെ ഇവരെ പ്രായമുള്ള മനുഷ്യരായിട്ട് ചിത്രീകരിച്ചിട്ട് നമ്മൾ ഇതൊരു ചെറുപ്പക്കാരുടെ സൗഹൃദ ഇടമാണെന്നുള്ളത്, ഹബ്ബാണെന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി. വെറുതെ കുറേ ചെറുപ്പക്കാർ കണ്ട സ്നേഹഭാവനയുടെ പേരാണ് സുവിശേഷം. അതുകൊണ്ടാണ് യേശു അവരടുത്ത് പറഞ്ഞത് ഇങ്ങനെ ലോകത്തിൻ്റെ അതിരുകളിലേക്ക് പോവുക. പ്രായത്തിൽ കൂടി ചെന്നവർക്ക് അതിരുകളെന്നൊക്കെ പറയുന്നത് വളരെ ചെറുതാണ്. തങ്ങൾ സംസാരിക്കുന്ന ഭാഷ, തങ്ങൾ പാർക്കുന്ന ദേശം, ഇത്രയൊക്കെ ഉള്ളു അവരുടെ അതിരുകൾ. ആ അതിരുകൾ സ്വപ്നം മീതെ സ്വപ്നം കാണാൻ പറ്റുന്ന യവനം. യവനക്കാരോടൊപ്പം ഇരിക്കുന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ പരിസരത്തിൽ. അവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത്. ഒന്നോർത്താൽ നിങ്ങൾക്ക് തന്നെ പിടുത്തം കിട്ടും. നിങ്ങളെക്കാൾ കൂടുതൽ ഇമോഷണൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നൊരു കാര്യം നിങ്ങളുടെ കുട്ടികൾക്കുണ്ട്. പണ്ടൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ ഇൻ്റലിജൻസ് എന്നൊക്കെ പറയുന്നത് പരീക്ഷയ്ക്ക് കിട്ടുന്ന മാർക്ക് മാത്രമായിരുന്നു. ഇപ്പം നിങ്ങൾ വെറുതെ ഫോണിലൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കൂ. ഇൻ്റലിജൻസ് ഒരു 7 ലെവലെന്ന് ചിലയിടങ്ങളിൽ, 12 ലെവലെന്ന് ചിലയിടങ്ങളിൽ, അതിൻ്റെ ആദ്യത്തെ 2-3 ഇടങ്ങളിൽ തന്നെ വാക്കുകളിൽ തന്നെ നമ്മൾ വായിച്ചു കേൾക്കും വൈകാരിക ബുദ്ധി. അത് ഒരു തർക്കമില്ലാതെ പറയുകയാണ് നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ ആ കുഞ്ഞുങ്ങളോട് ഇങ്ങനെ ആദരപൂർവ്വം വർത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് യേശു പിശാചുക്കളെ ഒഴിവാക്കുന്നത്. പിശാചുക്കളുടെ തലവനായ ബീൽസബൂളിനെ കൊണ്ടാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും യേശു പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദാറ്റ്സ് ഫൈൻ. പക്ഷെ എനിക്കൊരു കുഞ്ഞ് പ്രശ്നമുണ്ട്. എന്താണത്? നിങ്ങളുടെ മക്കളും അത് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ മക്കളും ഈ എക്സോർസിസ്റ്റിൽ ഇടപെടുന്നുണ്ട്. പിശാചെന്ന് പറയുന്നത് എന്താണോ സജ്ജോണുണ്ട്. പിശാചിൻ്റെ എത്തിമോളജി പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് പിടുത്തം കിട്ടും. ഡീമൺ എന്ന് പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം വൺ ഹു ഡിവൈഡ്സ് എന്നാണ്. ഈ വിഭജിക്കുന്ന ഇടങ്ങളിൽ നിന്ന് യൂണിറ്റിയിലോട്ട് കൊണ്ടുവരുന്നതിന് വിളിക്കുന്ന വാക്കാണ് എക്സോർസിസം. ഒരു സാത്താൻ പേര് പറയുന്നില്ല. ഞങ്ങൾ ലെജിയനാണ്, വി ആർ 100. നമ്മളിപ്പോൾ മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന സംഭവം തന്നെയാണ്. വിഭജിക്കപ്പെട്ട മനുഷ്യർ അവരെ ഇങ്ങനെ ഏകാഗ്രമാക്കുന്നതിന് വിളിക്കുന്ന വാക്കാണ് ഉച്ചാടനം. അപ്പം ഞാനിത് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ അവരൊന്ന് പരിങ്ങി. അപ്പോൾ യേശു പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളുടെ കുട്ടികളായിരിക്കും നിങ്ങൾ വിധിക്കാൻ പോകുന്നത്. ഇവിടെ ഇരിക്കുന്ന എല്ലാ മുതിർന്നവരോടും ഞാനത് ആവർത്തിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിത സായന്തനത്തിൽ വിധിക്കാൻ പോകുന്ന നിങ്ങളുടെ കുട്ടികളായിരിക്കും. നിങ്ങൾ ഞങ്ങളുടെ ജീവിതവുമായിട്ട് എന്ത് ചെയ്തു? വാട്ട് ഡിഡ് യു ഡു വിത്ത് അവർ ലൈഫ്? ഇപ്പോൾ 3 അതാണ്. 4-മതായിട്ട് ദരിദ്രർ. ചുറ്റിനും ദരിദ്രരുണ്ടോ എന്നുള്ള പ്രധാനം. ഇതിങ്ങനെ എൻ്റെ ഏറ്റവും വലിയ പേടി ഇതിങ്ങനെ ദരിദ്രരിൽ നിന്ന് അകന്നു പോയതാണ്. അഭിമന്യ പിതാവിനൊക്കെ ഇങ്ങനെ വളരെ സ്നേഹാദരവുണ്ടായിരുന്ന ഒരു വയോധികൻ ഈ ദിവസങ്ങളിൽ കടന്നുപോയി. ഫ്രാൻസിസ് ഒന്നാമൻ എന്ന് പറഞ്ഞ കാര്യമില്ല. കാരണം 2 പേര് വരുമ്പോഴാണ് ഈ ഒന്നാമൻ എന്ന് പറയുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ. ആ മനുഷ്യൻ വർഷങ്ങൾക്ക് ശേഷം, വലിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ പറഞ്ഞു തുടങ്ങി, ദരിദ്രരുടെ എളിയ സഭ, ദരിദ്രരുടെ സഭ. എല്ലാവരും അവരിൽ നിന്ന് അകന്നു പോവുകയാണ്. രാഷ്ട്രീയം, പാർട്ടി, പള്ളിക്കൂടം, ആതുരാലയം ഒക്കെ അകന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ 4-മത് എത്രയേ ഉള്ളൂ? നിങ്ങളുടെ ചുറ്റും ദരിദ്രരുണ്ടോ ഇല്ല എന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സുവിശേഷത്തിൽ അവസാനത്തെ നമുക്കുള്ള അനുശാസനം ലഭിക്കുന്നത്? യേശു അവരോട് പറഞ്ഞു നിങ്ങൾ ജെറൂസലേം വിട്ട് ഗലീലിലേക്ക് പോകും. എന്താ ജെറൂസലേം എന്ന് പറയുന്നത്? ജെറൂസലേം എന്ന് പറയുന്നത് നമ്മുടെ സിറ്റിയാണ്. വേർ പൊളിറ്റിക്സ് ആൻഡ് റിലിജ്യൻ ഗെറ്റ്സ് ഇൻ അൺഹോളി വെഡിങ്. ഈ അവിശുദ്ധ ബാന്ധവം രാഷ്ട്രവും മതവും തമ്മിൽ നടത്തുന്നിടത്തിൻ്റെ പേരാ ജെറൂസലേം. അത് വിട്ടുപോകാനാണ് പറയുന്നത്. എവിടേക്ക് പോകണം? ഗലീലിലേക്ക് പോകണം. എന്താ ഗലീൽ എന്ന് പറയുന്നത്? കടലോരമാണ്. മനുഷ്യർ ഏറ്റവും കൂടുതൽ അപകടങ്ങൾ അഭിമുഖീകരിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുന്നത് വിളുമ്പത്തായിരിക്കുമ്പോഴാണ്. അത് കടലിൻ്റെ വിളുമ്പായാലും ഈ പറയുന്ന കുന്നിൻ്റെ വിളുമ്പായാലും ഈ വിളുമ്പിലുള്ളവരോടൊപ്പമായിരിക്കുക എന്നുള്ള 4-മത്. അപ്പോൾ ഇവിടെ 2-ാം ഭാഗത്തിൽ നമ്മൾ കാണാനായിട്ട് ശ്രമിച്ച ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇതിനു വേണ്ടി മെയിൻറ്റെയിൻ ചെയ്യേണ്ട പരിസരം എന്താണ്? 1 ജ്ഞാനത്തിൻ്റെ പരിസരം, 2 ഈ ഗ്രാമീണ നിഷ്കളങ്കയുടെ പരിസരം, 3 ചെറുപ്പക്കാരുടെ സത്യസന്ധതയും ഊർജ്ജസ്വലതയും, 4 ഈ ദരിദ്രരുടെ മധ്യയായിരിക്കുക, ഈ ദരിദ്രരോടൊപ്പമായിരിക്കുക. പണ്ടിങ്ങനെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ലഭിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ ഇവിടെ ഒരു കാർ ഫാക്ടറി തുടങ്ങണമെന്ന് ഇങ്ങനെ നെഹ്റുവിന് താല്പര്യമുണ്ടായിരുന്നു.
അപ്പോൾ ആ നിർദ്ദേശം ഇങ്ങനെ ഗാന്ധി കേൾക്കുമ്പോൾ ഗാന്ധി ഈ പറയുന്ന അഗ്നോസ്റ്റിക്കായ കാര്യമായ മതസങ്കല്പങ്ങളില്ലാത്ത ദൈവസങ്കല്പങ്ങളില്ലാത്ത ആ അന്നത്തെ തൻ്റെ പിൻഗാമിയോട് പറഞ്ഞൊരൊറ്റ കാര്യം മാത്രമാണ്, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണത്? ഏത് തീരുമാനമെടുക്കുമ്പോഴും ഒരു ദിവസം ഉപവസിക്കണം. എന്നിട്ട് സ്വന്തം മനസ്സിനോട് ചോദിക്കണം, നിങ്ങൾ നാളെ എടുക്കാൻ പോകുന്ന തീരുമാനം കൊണ്ട് ഈ ദേശത്തെ ദരിദ്രർക്ക് എന്തെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഇനി അങ്ങനെയല്ലെന്ന് മനസ്സ് പറയുകയാണെങ്കിൽ ആ തീരുമാനത്തെ ഈ വേസ്റ്റ് ബോക്സിൽ ഇടാനുള്ള ധൈര്യം ഉണ്ടാവണം. പിന്നെ നെഹ്റു മുമ്പോട്ട് പോയില്ല. നെഹ്റു കാർ ഫാക്ടറി തുടങ്ങിയില്ല. കുറച്ചൊക്കെ കുപ്രസിദ്ധി എന്നൊക്കെ പറയപ്പെടാവുന്ന രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പേരക്കുട്ടിയാണ് കാർ ഫാക്ടറി തുടങ്ങിയത്, സജ്ജയ്. എന്തിനകത്തും ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാൾ, വീടിനകത്തൊരു കല്യാണം എങ്ങനെ നടത്തണം തീരുമാനം എടുക്കുന്നതിനേക്കാൾ മുമ്പേ നിങ്ങൾ ഉപവസിക്കണം. ഇത്രയും ആഡംബരങ്ങൾ ആവശ്യമുണ്ടോ? ഇത്രയും വാഹനങ്ങൾ ആവശ്യമുണ്ടോ? ഇത്രയും എന്ത് ചെയ്യുന്നുണ്ട്? ഈ വിഭവങ്ങൾ ആവശ്യമുണ്ടോ? ഇത്രയും ഇൻവിറ്റേഷൻ ആവശ്യമുണ്ടോ? അപ്പം എന്തൊരു ഈ ദരിദ്രം എന്ന് പറഞ്ഞൊരു മോണിറ്ററിങ്ങിൽ ജീവിതം പോകാന്നുള്ള അതാണ് ഈ പരിസരം. ദരിദ്രം മോണിറ്റർ ചെയ്യട്ടെ, ദരിദ്രം മോണിറ്റർ ചെയ്യട്ടെ. നിങ്ങൾ ശ്രദ്ധിക്കണം, ബാക്കി പറഞ്ഞ 3 പേർക്കും വേണ്ടിയും ആരൊക്കെ വിധിക്കാൻ വരുന്നത്? നിനിവേല എന്ത് ചെയ്യുന്നുണ്ട്? റാണി വരും. ഷേബായിൽ റാണി വരും. ഇപ്പോഴത്തെ യമനാണെന്ന് തോന്നുന്നു ഈ ഷേബ എന്ന് പറയുന്നത്. രണ്ടാമത് ചെയ്യുന്നുണ്ട് നിനിമരുവാസികൾ വരും. പിന്നെ 3ാമത് ചെറുപ്പക്കാർ വരും. ദരിദ്രർ വരത്തില്ല. ദരിദ്രർ എങ്ങനെയാണ് വരിക? അവരെങ്ങനെ ഈ മുഷിഞ്ഞ വേഷമൊക്കെ ആയിട്ട് ഇത്രയും ഭംഗിയായിട്ട് നമ്മൾ ഇങ്ങനെ അടിച്ചു വാരി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇവിടേക്കൊക്കെ വരിക? അവർ വരത്തില്ല. അവരേതെങ്കിലുമൊക്കെ ഒരു വിളക്ക് മരത്തിന് താഴെ ഇരുട്ടത്ത് ഈ വെളിച്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഇട്ട് നോക്കി നിൽപ്പോൾ ഉണ്ടാവും. അവർക്കൊരു വക്കീലിനെ വെക്കാൻ ഫീസില്ലാത്തത് കൊണ്ട് അവർ കണ്ടെത്തുന്ന വക്കീലിൻ്റെ പേരാണ് നസ്രത്തിൽ യേശു. വക്കീലിനെ വെക്കാൻ കാശില്ലാത്തതുകൊണ്ട് അയാൾ പറയും, എനിക്ക് വിശന്നു, എനിക്ക് ദാഹിച്ചു, ഞാൻ പരദേശിയായിരുന്നു, ഞാൻ തടവിലായിരുന്നു, ഞാൻ രോഗിയായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മൾ പറയും, എപ്പോഴാണ് അങ്ങനെയൊക്കെ നിന്നെ കണ്ടത്? എവിടെ മനുഷ്യൻ ചുരുങ്ങുമ്പോഴും അയാളാണ് ഇങ്ങനെ ഷ്രിങ്ക് ചെയ്യുന്നത്. സാവൂളിനോട് ചോദിച്ചാൽ കേട്ടിട്ടില്ലേ? സാവൂളെ, നീ എന്തിനാണ് എന്നെ അടിച്ചത്? സാവൂൾ ആരും അടിച്ചിട്ടില്ല, അടിച്ചെന്ന് പറയുന്ന പോലുമില്ല. അയാൾ യേശുവിനെ അടിച്ചിട്ടേ ഇല്ല, കണ്ടിട്ട് പോലുമില്ല. എന്നിട്ടും യേശു അയാളെ തടഞ്ഞു നിർത്തി ചോദിക്കുന്ന ചോദ്യമാണ്, നീ എന്തിനാണ് എന്നെ അടിച്ചത്? എന്താ അതിൻ്റെ അർത്ഥം? എവിടെ മനുഷ്യരാശിയുടെ മീതെ ഒരു അടിവന്ന് വീഴുന്നു, അതൊക്കെ എൻ്റെ ചുമലിനാണ് ഏൽപ്പിക്കുന്നത്. മനുഷ്യൻ ഏൽക്കുന്ന എല്ലാ പ്രഹരവും ഈ പറയുന്ന ആളുടെ മീതെ വന്ന് വീഴുന്നു പറയുന്ന വിധത്തിലുള്ളൊരു വക്കീല്. ആ പരിസരങ്ങളിലായിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തത്. 3, ഒരു അനുശീലനം ആവശ്യമുണ്ട്. അല്ല, ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഈ പറയുന്ന നമ്മുടെ ഈ വിഷയം. നമ്മൾ നടത്തേണ്ട ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിനകത്ത് ഒരു പാപമുണ്ട്. ഏറ്റവും വലിയ പാപം എന്ന് പറയുന്നത് ഈ പറഞ്ഞ അകലം തന്നെയാണ്. വിഷയം ഇതായതുകൊണ്ടല്ല കേട്ടോ പറയുന്നത്, അകലം തന്നെയാണ് പാപം. കാരണം ഒറ്റ കൽപ്പനയേ ഉള്ളൂ, സ്നേഹം. സ്നേഹം എന്ന് പറഞ്ഞാൽ ബന്ധിച്ച് നിൽക്കുക എന്നുള്ളൂ, അടുത്ത് നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് തന്നെ എല്ലാ അകലവും പാപം. അപ്പം അത്തരം പാപങ്ങൾ വേദപുസ്തകത്തിൽ പാപത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക്, ആ ഹീബ്രു ഭാഷ ഉപയോഗിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ദിശ തെറ്റുക എന്നുള്ള. വി മിസ് ദ മാർക്ക്. നമുക്കിങ്ങനെ അടയാളപ്പലകളില്ലാതെ പോകാമെന്നുള്ളതാണ്. എന്താ കാര്യം? നമ്മുടെ ദിശ എന്ന് പറയുന്നത് എന്താണ്? വി ആർ ഹിയർ ടു ലവ്. വി ആർ ഹിയർ ടു ലവ്. ഒന്നിനു വേണ്ടിയല്ല നമ്മൾ. വി ആർ ഹിയർ ടു ലവ്. വേറെന്തിനു വേണ്ടിയാണ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്? അപ്പോൾ അതിൻ്റെ ദിശ തെറ്റാനായിട്ട് ഒരു 3 പാപങ്ങളുണ്ട്. അതൊന്ന് പിടുത്തം കിട്ടാൻ വേണ്ടി മാത്രം ഒരു ഹോംവർക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാം. വീട്ടിൽ ചെല്ലുമ്പോൾ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം വായിക്കണം. ഒരു 3 പാപമാണ്, 3 നഷ്ടത്തെക്കുറിച്ച് നമ്മൾ വായിക്കുകയാണ്. ഒന്നിങ്ങനെ ഒരാൾക്കൊരു ആടിനെ നഷ്ടമായി, ഒക്കെ അകന്നു പോവുകയാണ്. 2, ഒരു സ്ത്രീക്ക് ഒരു നാണയം നഷ്ടമായി. 3, ഒരു അപ്പൻ്റെ അടുക്കുന്നൊരു മകൻ ഇറങ്ങിപ്പോയി. ഒരേ സ്റ്റോറിയാണ്. ഒരാൾക്ക് 100 ആടുകളുണ്ടായിരുന്നു, ഒരു സ്ത്രീക്ക് 10 നാണയങ്ങളുണ്ടായിരുന്നു, ഒരു അപ്പന് 2 മകനുണ്ടായിരുന്നു. 100-ലൊന്ന് നഷ്ടമായി, 10-ലൊന്ന് നഷ്ടമായി, 2-ലൊന്ന് നഷ്ടമായി. തേടി തിരിച്ചെത്തി എന്ത് ചെയ്യുന്നുണ്ട്? ആഘോഷം.
ഒറ്റ സ്ട്രക്ചറാണ്. ഒരു കഥയ്ക്ക് ഒരു ഗ്രിപ്പ് കിട്ടി കഴിഞ്ഞപ്പോൾ പുള്ളി വാശിക്ക് അത്തരം കഥകൾ പറയാൻ തുടങ്ങി ഒരേ ഓണറിൽ. എന്നാൽ പോലും കഥ ഒന്നല്ല. ഈ 3 കഥയ്ക്കും സാരമായ വ്യത്യാസമുണ്ട്. കാരണം എന്താണ്? ആട് നഷ്ടമായത് അജ്ഞത കൊണ്ടാണ്. ഇവിടെ എല്ലാ നഷ്ടങ്ങളുടെയും അകൽച്ചയുടെയും കാരണം അജ്ഞതയാണ്. നമ്മൾ ഒന്നിനെയും കാര്യമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല. ഇപ്പം ഇതരമത വിദ്വേഷം എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യരോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ ഈ പറയുന്ന മതത്തിൽപ്പെട്ട ഒരു ചങ്ങാതി നിങ്ങൾക്കുണ്ടോ? മിക്കവാറും പേര് പറയാൻ പോകുന്നത് എന്താണ്? ഇല്ല. പിന്നെ നിങ്ങൾക്കിതിനകത്തുള്ള ധൈര്യം എന്താണ് ഇതിനെക്കുറിച്ചൊക്കെ പറയാനായിട്ട്? ഞാൻ എന്ന് പറയുന്നത് ഇൻക്ലൂസീവ്നെസ്. അറിവ് വർദ്ധിക്കുന്നതനുസരിച്ചിട്ടാണ് ഇൻക്ലൂസീവ് ആവുന്നത്. ജെൻഡറിനെ സ്വീകരിക്കാൻ പറ്റുന്നത് അല്ല. വീടിനകത്തൊക്കെ തന്നെ പെൺകുട്ടിയോട് വീട് അടിച്ചു വരാൻ പറയുകയും ആൺകുട്ടിയോട് കടയിൽ പോകാൻ പറയുകയും ചെയ്യുന്ന വിധത്തിലുള്ള ഒരു ജെൻഡർ വ്യത്യാസം ഉള്ളിൽ കിടപ്പുണ്ടല്ലോ. ആ പറയുന്ന സംഭവം ഇതൊക്കെ ക്രോസ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം ജ്ഞാനം ആവശ്യമുണ്ട്. യു നീഡ് ടു ലേൺ. ഒരു ഓൺഗോയിങ് ഫോർമേഷൻ വേണം. ഇപ്പം ഈ പറയുന്ന തേർഡ് ജെൻഡറിനെ കുറിച്ചുള്ള റെഫറൻസ് വരുന്നത് ഏഷ്യയിലാണ്. ഏഷ്യയുടെ ടെക്സ്റ്റിൽ ആദ്യമൊക്കെ വരുന്നത് ഇവരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സ്റ്റേറ്റ്മെൻറ്റ്സാണ്. എന്നാൽ നിങ്ങൾക്കറിയാവുന്നതുപോലെ ഏഷ്യ എന്ന് പറയുന്ന ഒരൊറ്റ രചയിതാവല്ല, പല കാലഘട്ടങ്ങളിലെ കമ്പൈൽഡ് വർക്കാണ് ഏഷ്യ എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയുടെയൊക്കെ അവസാനം വരുമ്പോഴേക്കും ഇവരെ മാലാഖമാരെ കണക്കാണ് പരിഗണിക്കുന്നത്. എന്താ കാര്യം? ആ കാലഘട്ടത്തിൽ ഈ പ്രത്യേക കമ്മ്യൂണിറ്റി തങ്ങളിൽ മാത്രം ജീവിക്കുകയും അതിന് പുറത്തു പോകാൻ താല്പര്യപ്പെടാതിരിക്കുകയും യാത്ര ചെയ്യുമ്പോൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാതിരിക്കാൻ വേണ്ടി ഭക്ഷണം പാകപ്പെടുത്തി കൊണ്ടു നടക്കുകയും ചെയ്തിരുന്ന ആ കമ്മ്യൂണിറ്റി, വെരി ക്ലോസ് സൊസൈറ്റി, അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പോഷർ കിട്ടി. അവർ മറ്റു രാജ്യങ്ങളിൽ തടവുകാരായിപ്പോയി. വിശേഷിച്ചും ഇപ്പോഴത്തെ ഇറാൻ, ഇറാഖ് എന്നൊക്കെ പറയുന്ന ഇടങ്ങളിലൊക്കെ ഇവർ തടവുകൂലികളായിരുന്നു. അത്തരം ദേശങ്ങളിൽ ഈ പറഞ്ഞ ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്നത് ദേവതുലരായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അവിടുത്തെ പ്രധാനപ്പെട്ടുള്ള പല പൊസിഷൻസും ഇവരാണ് ചെയ്തുകൊണ്ടിരുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ക്രിസ്ത്യാനിറ്റിയോട്ട് ആദ്യം വന്നൊരു മനുഷ്യൻ പോലും തേർഡ് ജെൻഡറാണ്. നടപടി പുസ്തകങ്ങൾ വായിക്കും. എത്തിയപ്പേരാജ്ഞിയുടെ ഭണ്ഡാര വിചാരിപ്പാരൻ, ഫിനാൻസ് മിനിസ്റ്ററാണ്. അപ്പോൾ അവിടെ ലഭിക്കുന്ന ഈ പരിഗണനയെക്കുറിച്ച് ബോധം കിട്ടിയ മനുഷ്യർ തിരിച്ചു വന്നതിന് ശേഷം തങ്ങളുടെ കാഴ്ചപ്പാടുകളെ ശുദ്ധീകരിച്ചു. ഇപ്പം ജ്ഞാനമാണ് വ്യത്യാസം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കുട്ടികൾ ഇത്തരം മനുഷ്യരെ കളിയാക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ടോ? കാരണം അവർക്കറിയാം ലോകത്ത് 2 ജെൻഡർ മാത്രമല്ല. അവരിങ്ങനെ പല വാക്കുകൾ എഴുതും, എന്നിട്ട് ഒരു പ്ലസ് കൂടി ഇടും. ജി തുടങ്ങിയിട്ട് അല്ലെങ്കിൽ എല്ലെന്ന് തുടങ്ങിയിട്ട് ജി ഇങ്ങനെ കൂട്ടി 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 വന്നിട്ട് ഒരു പ്ലസ് കൂടി ഇടും. നമുക്ക് ആകപ്പാടെ അറിയാവുന്നത് മെയിൽ ആൻഡ് ഫീമെയിൽ മാത്രമായിരുന്നു. ആ പ്ലസ് എന്ന് പറയുന്നത് ലോകത്തുള്ള തുറവിയാണ്. ഇനിയും പിടുത്തം കിട്ടാത്ത ഈ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, ഓറിയൻറ്റേഷനുള്ള മനുഷ്യർ വരും, അവർക്ക് വേണ്ടി ആ പ്ലസ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നിതാണ് ഈ അജ്ഞത കൊണ്ട് സംഭവിച്ച പാപങ്ങൾ. എല്ലാ പാപം, ഈ ഹോസ്റ്റിലിറ്റിയൊക്കെ അജ്ഞത കൊണ്ടാണ് സംഭവിച്ചത്, അറിവില്ലായ്മ ഉണ്ടാ. ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ആലോചിക്കാറുണ്ട്, ആ ഒരു കാത്തലിക് സെക്ടറിൽ നിന്ന് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയിലോട്ട് വരുന്ന ആദ്യത്തെ 1-2 പേരിൽ ഒരാൾ ഞാനാണ്. എൻ്റെ വീടെന്ന് പറയുന്ന ആലപ്പുഴയാണ്, പൂങ്കാവ. അവിടുന്ന് സൈക്കിൾ ചവിട്ടിയാൽ പോലും 3/4 മണിക്കൂർ മതി തിരുവല്ലയിലോട്ട് വരാനായിട്ട്. എന്നിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും കൊടുക്കൽ വാങ്ങലുണ്ടായോ? ഞാനിവിടെ വന്ന് സംഭാഷണങ്ങൾ ആരംഭിക്കുമ്പോൾ എൻ്റെ അടുത്ത വീട്ടിലെ അമ്മച്ചിമാരൊക്കെ പറയും, നീ ഇപ്പോൾ അവിടെ പോവല്ലേ? നമ്മൾ എന്താ കാര്യം? അവർക്ക് മാതാവൊന്നുമില്ലടാ. എനിക്കൊന്ന് ഏറ്റവും വലിയ ഒരു മരിയസ്തുതി വരുന്ന നമ്മുടെ കുർബാനയിലാണ്. എനിക്ക് കുർബാന പങ്കുചേരുന്നതല്ലേ. ഇത് നടക്കുന്ന പഴയ കഥയൊന്നുമല്ലേ, വെറുതെ 25 വർഷമുള്ള കഥയായി പറഞ്ഞുകൊണ്ടിരിക്കണം. കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആവും. ജ്ഞാനം ഉണ്ടാക്കുന്ന വ്യത്യാസം. അതുകൊണ്ടാണ് സോളമനെ കുറിച്ച് പറയുക. സോളമനാണല്ലോ ഏറ്റവും വലിയ ജ്ഞാനി. അയാളെക്കുറിച്ച് എന്താ പറയുന്നത്? സോളമന് ദൈവം കടൽ തീരം കണക്കൊരു മനസ്സ് കൊടുത്തു. അതാണ് ജ്ഞാനം. അതിൻ്റെയൊക്കെ ഒരു ചെറിയ പതിപ്പിൻ്റെ പേരൊക്കെയാണ് നമ്മളിപ്പോൾ അനുസ്മരിക്കുന്ന പിതാവൊക്കെ. ബ്രോഡായൊരു മനസ്സ് കൊടുത്തു. അതിന് അൾട്ടിമേറ്റായി പറയുന്ന കടൽ തീരം കണക്കൊരു മനസ്സ് കൊടുത്തു. അപ്പോൾ ഒന്നതാണ്. 2 അശ്രദ്ധയാണ്. സൂക്ഷിക്കേണ്ട ഒരു നാണയം സൂക്ഷിച്ചില്ല. യഹൂദ സ്ത്രീകൾ അവരുടെ കല്യാണ നേരത്ത് 10 നാണയങ്ങൾ ഇങ്ങനെ ഒരു കോർത്ത് ഒരു ശിരോഭരണമായിട്ട് അണിയും. നിങ്ങളിൽ ചിലർ
താലിമാല സൂക്ഷിക്കുന്ന കണക്ക്, അല്ലെങ്കിൽ താലി സൂക്ഷിക്കുന്ന കണക്ക്, കല്യാണമോര് സൂക്ഷിക്കുന്ന കണക്ക് സൂക്ഷിക്കേണ്ട 10 നാണയങ്ങളായിരുന്നു. അതിലൊന്ന് ശ്രദ്ധിച്ചിട്ടില്ല. രണ്ടാമത്തെ പാപം അശ്രദ്ധയുടെ പാപം. നമ്മൾ മനുഷ്യരെ ഗൗരവമായിട്ട് എടുത്തിട്ടില്ല. ഒത്തിരി ദാമ്പത്യേതര ബന്ധങ്ങളെക്കുറിച്ചൊക്കെ കഥകളൊക്കെ കേൾക്കുമ്പോൾ ഉടനെ അതിനിങ്ങനെ ശരീരത്തിൻ്റെ കഥകളൊക്കെ ആയിട്ട് വ്യാഖ്യാനിക്കാനാണ് ഇവിടുത്തെ പുരുഷ സമൂഹം അല്ലെങ്കിൽ പുരുഷ കേന്ദ്രിത സമൂഹം ചിന്തിക്കുന്നത്. ഒരു ശരീരത്തിൻ്റെ കഥയല്ലെന്നേ, ഇങ്ങനെ ഇരുട്ടിപ്പോയ നാണയമാണ്. ഈ നിരത്തിപ്പോയതിനേക്കാൾ കൂടുതൽ നാണയങ്ങൾ ഈ വീടിനകത്ത് ഇരുട്ടിപ്പെട്ടു പോകുന്നുണ്ട്. 2 ഈ അശ്രദ്ധ കൊണ്ട് നഷ്ടമാകുന്ന നാണയങ്ങൾ. 3 ഈ പറഞ്ഞ അഹന്തയാണ്. മകൻ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയാണ്. മകന് സ്വത്ത് കിട്ടും എപ്പോഴാണ്? എല്ലാ നാട്ടിലെന്നത് കണക്ക് അപ്പം മരിച്ചു കഴിയുമ്പോൾ. ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന അപ്പനോട് മകൻ സ്വത്ത് ചോദിക്കാന്ന് പറഞ്ഞാൽ ഒറ്റ അർത്ഥമേ ഉള്ളൂ, എൻ്റെ മനസ്സിൽ ഇയാൾ പണ്ടേ മരിച്ചുപോയി. അതുകൊണ്ട് ആ മകൻ തിരിച്ചു വരുമ്പോൾ അപ്പം പറയും മരിച്ചവൻ തിരിച്ചു വന്നു. ഇറ്റ് മീൻസ് ഇറ്റ് വാസ് നോട്ട് മീ, യു വർ ഡെഡ്, യു വർ ഇൻസെൻസിറ്റീവ്, യു വർ കാലസ്. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ 3 പാപങ്ങൾ മനുഷ്യബന്ധത്തിനകത്ത് ധ്യാനിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട മേഖല ഇതാണ്. ഒന്ന് അജ്ഞതയാണ്. ജ്ഞാനോപാസകനായ ഒരു പിതാവിൻ്റെ ഓർമ്മദിനത്തിൽ നമുക്ക് എന്തുകൊണ്ട് കുറച്ചുകൂടി ജ്ഞാനോ സമ്പാദനത്തിൽ ഏർപ്പെട്ടുകൂടാ? ഞാൻ നേരത്തെ പറഞ്ഞ നമുക്കൊരു ബേബി സ്റ്റെപ്പൊക്കെ ആവശ്യമില്ലേ? ആ ബേബി സ്റ്റെപ്പിൽ ഒന്നെന്ന് പറയുന്നത് ഒരു പുസ്തകം വായിച്ചു തുടങ്ങുക. ഇറ്റ് മേക്സ് ദ റിയൽ ഡിഫറൻസ്. ഇടയ്ക്കിടയ്ക്ക് യേശു ചോദിക്കുന്നില്ലേ, നിങ്ങളിങ്ങനെ വായിച്ചിട്ടില്ലേ? ഹാവ് യു നോട്ട് റെഡ്? ഹാവ് യു നോട്ട് റെഡ്? വെളിപാടിൻ്റെ പുസ്തകത്തിനകത്ത് വല്ലാത്തൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. എന്താണത്? അന്തിമ ദിനങ്ങളിൽ പുസ്തകം തുറക്കപ്പെടും, അതിനോടൊപ്പം പുസ്തകങ്ങളും. അങ്ങനെ വാക്കുണ്ടോ? ദ ബുക്ക് എന്ന് നിങ്ങൾ കരുതുന്ന ഹോളി ബുക്ക് മാത്രമല്ല നിങ്ങളെ വിധിക്കാൻ പോകുന്നത്. നിങ്ങൾ വായിച്ച എല്ലാ പുസ്തകങ്ങളും നിങ്ങളെ വിധിക്കും. വായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണേ. കുറേ കാലം മുമ്പ് എന്നെ ഒരാൾ കാണാൻ വേണ്ടി വന്നിട്ട് പറഞ്ഞു, കുറേ എഴുതുന്നുണ്ടല്ലോ. കുറച്ച് എഴുതുന്നുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞു, റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന കണക്ക് എഴുതാൻ പഠിക്കണം. എന്നുവെച്ചാൽ ഒരു നോട്ടടിക്കാനായിട്ട് ഗവൺമെൻറ് തീരുമാനിക്കുമ്പോൾ അതിന് നിരക്കുന്ന സ്വർണം വെക്കും, ഈട് വെക്കും. അല്ല, വെറുതെ എഴുതരുത്. ഇപ്പം റിസർവ് ബാങ്കിൽ നോട്ടടിക്കുന്ന കണക്ക് എഴുത്തുകാരൻ എഴുതണമെന്ന് ധരിക്കുന്ന നാട്ടിൽ വായനക്കാരനും അങ്ങനെ തന്നെയാന്നേ. അയാൾക്ക് ഈട് വെക്കണം. കുറച്ചുകൂടി വായിക്ക്. ബേബി സ്റ്റെപ്പായിട്ടേ പറയുന്നത്. 2 കുറെ കൂടി ശ്രദ്ധിക്ക്, മനുഷ്യരെ ശ്രദ്ധിക്ക്. അങ്ങനെ നിങ്ങൾ ബൈബിളിൽ ഏറ്റവും ഭംഗിയുള്ള സ്റ്റേറ്റ്മെൻ്റായിട്ട് ഞാൻ കരുതുന്നത് യേശുവിനെ നോക്കിക്കൊണ്ട് പീലാത്തോസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റാണ്, ബിഹോൾഡ് മാൻ. മനുഷ്യനെ ശ്രദ്ധിക്കും. ആൾ ചെയ്തതൊക്കെ തെറ്റായിരുന്നു. ആൾ ചെയ്ത് ഏക ശരി, അടിമുടി ഒറ്റ മുറിവായിട്ട് നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെ നോക്കിയിട്ട് പറഞ്ഞു, മാൻ, മാൻ. വീട്ടിൽ ജീവിക്കുന്ന സ്ത്രീയെ ശ്രദ്ധിക്ക്, വീട്ടിൽ ജീവിക്കുന്ന പുരുഷനെ ശ്രദ്ധിക്ക്, വീട്ടിൽ കിടക്കുന്ന ആ മനുഷ്യനെ ശ്രദ്ധിക്ക്, ഉമ്മറത്തിരിക്കുന്ന മനുഷ്യനെ ശ്രദ്ധിക്ക്, മാൻ. 2ാമത്തെ ഒരു ബേബി സ്റ്റെപ്പായിട്ട് ഞാൻ കരുതുന്നത് വെറുതെ മനുഷ്യരെ നോക്ക്. ഞാൻ കുംഭമേളയ്ക്ക് പോയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ച് ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു തർക്കമാണ്, എന്തിനാണ് അങ്ങനെ ഒരു സ്ഥലത്ത് പോകുന്നത്. ഭയങ്കര രസമുള്ള മനുഷ്യർ വരുന്ന സ്ഥലമാണ്. നമ്മൾ വരക്കുന്ന ഒരു ചതുരത്തിന് പുറത്ത് നിൽക്കുന്ന, അത് കവിഞ്ഞൊഴുകുന്ന വിധത്തിൽ ഭംഗിയുള്ള ആത്മീയ അന്വേഷണങ്ങളുള്ള മനുഷ്യർ സംഘമായിട്ട് വരുന്നത് കാണാൻ വേണ്ടി പോയതാ. വിയേഡെന്ന് നിങ്ങൾ വിശേഷിപ്പിക്കുന്ന മനുഷ്യർ. ലുക്ക് മാൻ. 2ാമത്തതാണ്. 3 ഇങ്ങനെ കുറേ കൂടി ഇങ്ങനെ വിനയപാഠങ്ങളിൽ ഏർപ്പെടുക. മടങ്ങിപ്പോകുന്നതിൻ്റെ ഒടുവിലായിട്ട് അയാൾ ചെയ്തൊരു കാര്യം ഓർത്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. മേൽക്കച്ച മാറ്റി, അരക്കച്ച കെട്ടി, താലത്തിൽ വെള്ളമെടുത്ത് ഇങ്ങനെ ഓരോരുത്തരുടെയും കാൽപാദങ്ങൾ കഴുകി തുടങ്ങി. എന്നിട്ട് പറഞ്ഞു, ഇത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 4 സുവിശേഷങ്ങളിൽ യോഹന്നാൻ മാത്രമേ ഇത് പറയുന്നുള്ളൂ. എന്താ കാര്യം? യോഹന്നാൻ്റെ സുവിശേഷം കുറച്ചുകൂടി ലേറ്റഡ് ഡെവലപ്ഡാണ്. AD 100 രൂപപ്പെട്ടത്. AD 100 ഇത് രൂപപ്പെടുമ്പോൾ സ്കൂൾ ഓഫ് ജോൺ,
ജോൺ എന്ന് പറയുന്നൊരു വ്യക്തിയല്ല, ഒരു സ്കൂളാണ്. ആ സ്കൂൾ ഓഫ് ജോണിൻ്റെ കാര്യം പിടുത്തം കിട്ടി. ഈ തിരുവത്താഴത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ കൊണ്ട്, അപ്പവും മീഞ്ഞും വാഴ്ത്തി കൊടുക്കുന്നത് കൊണ്ട് മാത്രം യേശുവിൻ്റെ ഓർമ്മയ്ക്ക് സജീവത കിട്ടുന്നില്ല. അതുകൊണ്ട് മറ്റ് സുവിശേഷകർ ചിരപരിചയം കൊണ്ട് ഒഴിവാക്കിയ, അല്ലെങ്കിൽ താരതമ്യേന അപ്രസക്തമെന്ന് കരുതിയ ഒരു കാര്യമെടുത്തിട്ട് ഇയാൾ സോളമാക്കി. മേൽക്കച്ച മാറ്റി, അരക്കച്ച കെട്ടി, താലത്തിൽ വെള്ളമെടുത്തിട്ട് ഇത് പറഞ്ഞു, ഏത് പറഞ്ഞു, ഈ കുർബാന കൂദാശം ചെയ്യുമ്പോൾ പറയുന്ന വാക്ക് ഇവിടെ നിന്ന് കട്ടാൻ പേശി ഇവിടെ കൊണ്ടുവന്നു. ഇത് നിങ്ങൾ ചെയ്യുക. മനുഷ്യനിലോട്ട് കുറച്ചുകൂടി കുനിയുക. പാദശാലനത്തിൽ ഏർപ്പെടുക. പാദശാലനത്തിൽ ഏർപ്പെടുക എന്ന് പറയുന്നത് നിങ്ങൾ തിരിച്ചു ചെല്ലുമ്പോൾ ചെയ്യുന്ന ഏതാനും കാര്യങ്ങളിലൊന്നും ഇതായിരിക്കും. നിങ്ങളുടെ പ്രായം ചെയ്യുന്ന അമ്മയെ ശൗചം ചെയ്യാൻ സഹായിക്കുക. വാർദ്ധക്യത്തിലേക്ക് എത്തിയ അപ്പനെ ക്ഷൗരം ചെയ്ത് കൊടുക്കുക. ഇതുമൊക്കെ കുർബാനയാണ്. അല്ലെങ്കിൽ ഇതാണ് കുർബാന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ദൈവദൂഷണം പറയുന്നതായിട്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലല്ലോ. മനുഷ്യരിലോട്ട് കുനി, അവളിലേക്ക് കുനിയുക, കുഞ്ഞുങ്ങളിലോട്ട് കുനിയുക. കല്യാണം കഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാർക്ക് വേണ്ടി ചില ക്ലാസ്സൊക്കെ അവിടെ നടക്കുമ്പോൾ ഞാൻ എപ്പോഴും ഈ കുഞ്ഞുങ്ങളെ ചലഞ്ച് ചെയ്യുന്ന ഒരൊറ്റ കാര്യം മാത്രമാണ്, ആൺകുട്ടികളെ ചലഞ്ച് ഒറ്റ കാര്യം മാത്രമാണ്. നിങ്ങൾ കല്യാണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയുടെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുന്നതാണ് പാദശാലനം. 1000 പണികൾക്കിടയിൽ അവളുടെ വസ്ത്രവും നിങ്ങളുടെ വസ്ത്രവും കൂടി, മിക്കവാറും പേർക്കൊക്കെ ഒരു വാഷിംഗ് മെഷീൻ ഉണ്ട്, ഒന്ന് ഓണാക്കി അതിലോട്ടിട്ട് ഇത് കറങ്ങിക്കഴിഞ്ഞാൽ വല്ല കുഴപ്പം പറ്റുമോ? ഒരു കുഴപ്പവും പറ്റത്തില്ല. പക്ഷെ പ്രശ്നമുണ്ട്, ഈ കാലാകാലങ്ങളായിട്ട് ഉള്ളിലടിഞ്ഞുകൂടിയിരിക്കുന്ന ആണെന്ന് പറയുന്ന അഴുക്ക്, അതിന് മീതെ കടക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഞാൻ ഇത്രയും ലെങ്തി ആവുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഇത്രയും നീട്ടിയതിന് ക്ഷമ ചോദിക്കുന്നു. കണ്ട വിചാരങ്ങളെ അതിൻ്റെ ആമുഖഭാഗം ഒന്ന് ഒഴിവാക്കിയിട്ട് ഒന്ന് പറയുകയാണ്. ഒരു 3 ലെവലായിട്ട് നമ്മൾ കാണാനായിട്ട് ശ്രമിച്ചത്. ഒന്നൊരു റെവലേഷൻ ഉണ്ടാകുന്നുള്ള എന്നുവെച്ചാൽ ചൂട്ടുകറ്റയിൽ കിട്ടുന്ന വെളിച്ചമല്ല, മിന്നൽ വെളിച്ചമാണ്. എന്താണത്? അച്ഛ. അതിനുശേഷം ഈ കഥയൊക്കെ മാറാൻ പോകുന്നേ. അതിനുശേഷം നമുക്ക് ഈ മനുഷ്യരോടിങ്ങനെ ഭ്രാന്തുണ്ടാവുന്നത്, മനുഷ്യനൊക്കെ കേൾക്കുമ്പോൾ കരച്ചിൽ വരുന്നത്. ബാക്കിയൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന എത്തിക്കലായ വിചാരങ്ങളാണ്. എത്തിക്സ് അധികം കാലം ആരെയും കൊണ്ടുപോകത്തില്ലെന്നേ. അതൊക്കെ ഇങ്ങനെ ബുദ്ധി കൊണ്ട് കളിക്കുന്ന കളിയാണ് എത്തിക്സ് എന്ന് പറയുന്നത്. അതിന് സ്പിരിച്വാലിറ്റി ആവശ്യമില്ല. 2, നിങ്ങൾ സൂക്ഷിക്കേണ്ട പരിസരം. ആ പരിസരത്തിനകത്ത് ആരൊക്കെയാണ്? ജ്ഞാനികളായ മനുഷ്യർ, ഗ്രാമീണരായ മനുഷ്യർ, ദരിദ്രരായ മനുഷ്യർ, ചെറുപ്പക്കാർ. 3, നിങ്ങൾ തള്ളിമാറ്റേണ്ട പാപം. നമ്മൾ ഈ കുട്ടനാട്ടിലൊക്കെ കാണുന്ന കണക്കാണ്, നിറയെ ആഫ്രിക്കൻ പായലാണ്. ഒരു കൊച്ചുവഞ്ചിയൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളിങ്ങനെ പല കാര്യങ്ങൾ തള്ളിമാറ്റണം. അങ്ങനെ നിങ്ങൾ തള്ളിമാറ്റേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? 1, അജ്ഞത. 2, അശ്രദ്ധ. 3, അഹന്ത. ലോകം കുറേ കൂടി ഭംഗിയുള്ളതാവും. ഇതാണ് സുവിശേഷം, അല്ലേ? ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ജെൻഡർ വ്യത്യാസങ്ങളില്ലാത്ത, വലിപ്പച്ചെറുപ്പങ്ങളില്ലാത്ത മനുഷ്യർ വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് പിടിച്ച് ഒരൊറ്റ വീടായിട്ട് ഇതിനെ തിരിച്ചറിയുന്നൊരു കാലം വരും. അതിനെ വിളിക്കുന്ന വാക്കാണ് ദൈവരാജ്യം. എല്ലാ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ, നിൻ്റെ രാജ്യം വരയണമേ. എന്നിട്ട് വന്നോ? അത് വന്നില്ലെന്ന് മാത്രമല്ല, ഓരോ ദിവസവും നമ്മളിന്ന് അകന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു നല്ല അപ്പച്ചൻ്റെ ഓർമ്മ മക്കളെന്ന നിലയിൽ നമ്മളെ കുറേ കൂടി അനുഭാവമുള്ള, അലിവുള്ള മനുഷ്യരായി തീർക്കട്ടെ. എവിടെ പെസഹ ഒരുക്കണമെന്ന് യേശു ചോദിക്കുമ്പോൾ പറഞ്ഞൊരു കാര്യങ്ങൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ മുതിർന്നവർക്കും ബാധകമാണ്. വിശേഷിച്ചത് ഭംഗിയായിട്ട് പാലിച്ച ഒരാൾ നമ്മുടെ പിതാവാണെന്ന് പറഞ്ഞിട്ട് അത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എവിടെ പെസഹ ഒരുക്കണം? യേശു പറഞ്ഞു, നിങ്ങൾ തെരുവിൽ ചെല്ലുമ്പോൾ അവിടെ ജലകുംഭവുമായിട്ടൊരു മനുഷ്യനെ കാണും. ആണ് വെള്ളം കോരുന്ന കണക്കല്ല, അല്ല പെണ്ണ് വെള്ളം കോരുന്ന കണക്കല്ല, ആണ് വെള്ളം കോരുന്ന. ആണ് വെള്ളം കോരുമ്പോൾ മിക്കവാറും നാടുകളിലൊക്കെ ഇങ്ങനെ തോളിലാണ് വെക്കുന്നത്. ഇവിടെ ഒരു കുടം വെച്ചെന്നാൽ ഈ കുടം ഇവിടം വരെ ഉണ്ടാവും. അതതിൻ്റെ അർത്ഥം ബ്രിംഫിൽ, ഇവിടം വരെ ഈർപ്പമുള്ളൊരു മനുഷ്യനുണ്ടാവും. ആ രീതിയിൽ അദ്ദേഹത്തെ ഓർമ്മിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടം വരെ ഈർപ്പമുള്ളൊരു മനുഷ്യനുണ്ടായിരുന്നു. അയാൾ എവിടേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും? അലങ്കരിച്ച
വിശാലമായ മാളിക മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. ദാറ്റ് വാസ് ജസ്റ്റ് ദേവൻചേട്ടൻ അത് മാത്രമാണ് ഇങ്ങനെ അലങ്കരിച്ച സുവിശേഷത്തിലോട്ട് ഈ സാഹിത്യവും ഭംഗിയുള്ള മലയാളവും ഒക്കെ കൊണ്ടുവന്ന ഒരാളെന്ന നിലയിലും അത് ഓർമ്മിക്കപ്പെടും. നമുക്ക് അലങ്കാരങ്ങൾ ആവശ്യമുണ്ടെന്നേ. ജീവിതത്തെ വ്യാഖ്യാനിക്കാൻ നമുക്ക് അലങ്കാരങ്ങൾ ആവശ്യമുണ്ട്. ആരോ നമ്മുടെ ചെറിയ പ്രായത്തിൽ പറഞ്ഞ കണക്ക് 10 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടുമുറ്റത്തെ മരത്തെ ക്രിസ്മസ് ട്രീ ആക്കാൻ പറ്റും. 10 രൂപക്ക് ചൈന പേപ്പർ വാങ്ങുക, അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടുക, തൂക്കിയിടുമ്പോൾ വീട്ടുമുറ്റത്തെ മരം എന്താവും? ക്രിസ്മസ് ട്രീ ആവും. ജീവിതത്തിന് അലങ്കാരം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് കഥകളിലൂടെ എല്ലാം പഠിപ്പിക്കുന്ന വേദവസ്തം പറയുന്നത്. ഇത്രയും വലിയൊരു കവി ഈ ലോകത്തുണ്ടായിരുന്നു. നസ്രത്തിൽ യേശുവിനെ കണക്ക് വെറുതെ കവിതയായിരുന്നു. ഇന്ന് വിരിഞ്ഞ് അന്തിയിൽ കൊഴിഞ്ഞ നാളെ അടുപ്പിന് വിറകായി മാറുന്ന വയൽപ്പൂക്കളെ അവൻ സോളമനേക്കാൾ ഭംഗിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. ഇത്തിരി പൂവിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാനായിട്ട് പറ്റിയ കവികളുണ്ടായിരുന്നു. വയൽപ്പൂക്കൾ, ഓയൻവേക്കത് ഭാഷയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഈ വയൽപ്പൂക്കൾ പോൽ നാം കൊഴിഞ്ഞാലും. ഈ കവിതയാണ്. അലങ്കരിച്ചൊരു ലോകമുണ്ട്. 2 വിശാലം, ബ്രോഡ്. ലോകം കുറേ കൂടി ബ്രോഡാവട്ടെന്നേ. കുഞ്ഞുങ്ങളെ യൂറോപ്പിലോട്ട് വിടുന്നതല്ലാതെ നമ്മുടെ ജീവിതം ഇനിയും ബ്രോഡായിട്ടില്ല അല്ലേ? ഏറ്റവും നല്ല തെളിവ് ഈ 10-12 എയർപോർട്ടിലൂടെ കറങ്ങി ഇറങ്ങി തിരിച്ച് ഈ പറയുന്ന നെടുമ്പാശ്ശേരി വരുമ്പോൾ നമ്മൾ കുട്ടികളുടെ അടുത്ത് പറയും, അവിടെ നിന്ന് എങ്ങും അനങ്ങല്ലേ, വീട്ടിൽ നിന്ന് വണ്ടി വരുമ്പോഴേ കയറാറുള്ളൂ. ഏറ്റവും വലിയ ദൂരം ഇതാണല്ലോ. നമ്മൾ ബ്രോഡായിട്ടൊന്നുമില്ല. കുറേ ബ്രോഡാവും. വിട്ടുകൊടുക്കാൻ പറ്റുന്ന മനുഷ്യർ, വിധിക്കാത്ത മനുഷ്യർ, ആരോടും തർക്കിക്കാത്ത മനുഷ്യർ. യേശുവിനെ കുറിച്ചൊക്കെ ആ വാക്കുണ്ട്, ഹി ഡിഡ് നോട്ട് ആർഗ്യൂ. എന്തുമാത്രം എനർജി ആ മനുഷ്യ ഈ തർക്കത്തിൽ കളഞ്ഞുകൊണ്ടിരിക്കുന്നത്, വീടിനകത്ത് ഉൾപ്പെടെ. എന്ത് തർക്കങ്ങളാണ്! നിങ്ങളുടെ ഈ തർക്കങ്ങളിലൂടെ കുഞ്ഞുങ്ങൾ വലുതാവുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചോ? നിങ്ങളറിയാതെ. 4 ഈ പറഞ്ഞ അപ്പർ റൂം. മാളിക മുകളെന്ന് പറയുന്നതിന് വേറൊരു പാരഫർണലിയായിട്ട് ഒരു സൂചന ഉള്ളതുകൊണ്ട് അത് വിട്ടിട്ട് അതിന് ഇംഗ്ലീഷ് വാക്ക് എടുക്കുകയാണ് അപ്പർ റൂം. അപ്പർ റൂം. സോ ഇവിടെ ഇരിക്കുന്ന എൻ്റെ സഹോദര വൈദികരോടും മാതാപിതാക്കന്മാരോടും ആ രൂപകം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. തെരുവിലൊരു മനുഷ്യക്കണക്ക് നിൽക്കുക ജലകുംഭവുമായി. എന്നിട്ട് എങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകണം? ബ്രോഡ് ഡെക്കറേറ്റഡ് അപ്പർ റൂം. അപ്പർ റൂം. ഈ ബുദ്ധിപരമായിട്ട് ജീവിക്കുകയും ഇടപെടുകയും ചെയ്യുന്ന മനുഷ്യരുടെ കാലം വരാനിരിക്കുന്നേ ഉള്ളൂ. ആമേൻ. ഒരു സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വൈൻഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇത്തിരി ഒന്ന് നേരെ ഇരുന്ന് ഒരു ബേബി സ്റ്റെപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്ന കണക്ക് ഒരു ബേബി ജസ്റ്റർ ചെയ്യാവുന്ന ഇത്രയേ ഉള്ളൂ. അടുത്തിരിക്കുന്ന നല്ല കൈ ഒന്ന് പതുക്കൊന്ന് ചേർത്ത് പിടിക്കാം. തൊട്ടടുത്തിരിക്കുന്ന നല്ല കൈ ഒന്ന് പതുക്കൊന്ന് ചേർത്ത് പിടിക്കുക. ഇത്തിരി അടുത്തിരിക്കുക, ഇത്തിരി ക്ലോസ് ആയിട്ടൊന്ന് ഇരുന്നിട്ട് വെറുതെ ഒന്ന് കൈ കോർത്ത് പിടിക്കുക. ഒരു പക്ഷെ പേര് പോലും നിങ്ങൾക്കറിയത്തില്ല. നേരത്തെ പറഞ്ഞ കണക്ക് ഒരു മനുഷ്യൻ, ആവശ്യത്തിലേറെ അലഞ്ഞിട്ടുള്ള, ആവശ്യത്തിലേറെ ഇടറിയിട്ടുള്ള, ആവശ്യത്തിലേറെ പരിക്കേറ്റ എ മാൻ വിത്ത് സ്കാർ. അല്ല, ഏറ്റവും അടുപ്പത്തോടുകൂടി ചേർത്ത് പിടിക്കുക. ഒന്ന് കൈകോർത്ത് പിടിക്കുക. അടുപ്പം ആരംഭിക്കേണ്ടത് വെറുതെ അടുത്തിരിക്കുന്നവരെ ചേർത്ത് പിടിക്കുന്നതിലൂടെയാണ്. വീട്ടിൽ ചെന്നിട്ട് അവൾ ഭക്ഷണം വിളമ്പുമ്പോൾ ഒരു നന്ദി പറയുമ്പോഴാണ്. നല്ല രുചിയുള്ള ഭക്ഷണം. കുട്ടിയെ അഭിനന്ദിക്കുമ്പോഴാണ്. എല്ലാ അടുപ്പങ്ങളും ആരംഭിക്കുന്നത് അടുപ്പത്തിൽ നിന്ന് തന്നെയാണ്. അതിന് വേറെന്താ കഥയുള്ളത്? എത്ര റെസ്പെക്റ്റോട് കൂടി. റെസ്പെക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ കണക്ക് മൈ ബ്രദർ. എന്തോ കാരണം കൊണ്ട് പലയിടങ്ങളിൽ ജീവിക്കേണ്ടി വന്ന ഉടപ്പിറന്നവരാണ് നമ്മൾ. അത് കൂടപ്പിറപ്പാണ്. എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള കൂടപ്പിറപ്പുകളാണ്.
ഒന്ന് കണ്ണുപൂട്ടി കരമൊന്നുകൂടി ഏകാഗ്രമാക്കി ഒരാൾക്ക് എന്തുമാത്രം ശ്രദ്ധയോടുകൂടി ഒരാളെ തൊടാനാവും അത്രയും ശ്രദ്ധയോടുകൂടി തൊട്ട് മെമ്മറി സൃഷ്ടിക്കപ്പെടുന്നതാണ്, താനെ സംഭവിക്കുന്നതല്ല. പിന്നെ നല്ല ഓർമ്മകൾ സൃഷ്ടിക്കാൻ നമുക്കെന്നൊക്കെ മനസ്സിലോർമ്മിച്ച് എന്തോർമ്മയാണ് നമ്മൾ വെച്ചിട്ട് പോകുന്നത് എന്നൊക്കെ ഓർത്ത് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒരു കുഞ്ഞ് പ്രാർത്ഥന കൂടി എന്നോടൊപ്പം ഏറ്റുചൊല്ലിയാൽ നല്ലതായിരിക്കും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ തെരുവിൽ ജലകുംഭവുമായി നിൽക്കുന്നവനെ, കർത്താവായ യേശുവേ, ഞങ്ങളുടെ തെരുവിൽ ജലകുംഭവുമായി നിൽക്കുന്നവനെ, അലങ്കരിച്ച വിശാലമായ അപ്പർ റൂമിലേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകണമേ. കർത്താവായ യേശുവേ, ഞങ്ങളുടെ തെരുവിൽ ജലകുംഭവുമായി നിൽക്കുന്നവനെ, അലങ്കരിച്ച വിശാലമായ ഉന്നതമായ മാളിക മുകളിലേക്ക് ഞങ്ങളെയും കൂട്ടിക്കൊണ്ടു പോകണമേ. ആമേൻ.